ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وصحبه ومن سار على نهجه واستنى بسنته إلى يوم الدين أما بعد. സുഹൃത്തുക്കളെ, നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തിരുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സിഫാത്തുകളെ കുറിച്ച്. ആ സിഫാത്തുകളെ കുറിച്ച് പണ്ഡിതന്മാരെല്ലാവരും ചർച്ച ചെയ്ത കാര്യമാണ്. കാരണം അത് നമ്മളുടെ അസ്ലാണ്. അസ്ല് കഴിഞ്ഞിട്ടേ ഫറോള്ളൂ. അടിത്തറ ശരിയാക്കാതെ നമ്മൾ അതിൻ്റെ മുകളിൽ കെട്ടിപ്പൊക്കുന്ന കെട്ടിടം ഏത് സമയത്തും പൊളിഞ്ഞു വീഴാം. അതുകൊണ്ട് നമ്മളെ അടിത്തറ ശരിയായിരിക്കണം. അടിത്തറ ചാഞ്ചാടുന്നതാവരുത്. എന്താണ് മഹാന്മാരായ പണ്ഡിതന്മാർ സലഫ് സാലിഹ്യങ്ങളുടെ വിശ്വാസം അള്ളാഹുവിനെ കുറിച്ച്? അത് ധാരാളം പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി വച്ചിട്ടുണ്ട്. ഒരു ഗ്രന്ഥത്തിലുള്ളത് ഞാൻ വായിക്കുകയാണ്. കിതാബുൽ ഇബാന അൻ ഉസൂൽ ദിയാന, ഇമാം അബുൽ ഹസൻ അശ്ശരിയുടെ ഗ്രന്ഥമായ അൽ ഇബാന അൻ ഉസൂൽ ദിയാന എന്ന ഗ്രന്ഥത്തിലുള്ള വായിക്കാണ്. അത് ഇബ്നു അസാക്കിർ ഫി തബീൻ കിസ്ബുൽ മുസ്തറ എന്ന ഗ്രന്ഥത്തിലും ഉദ്ധരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇമാം ദഹബി ഫിൽ ഉലൂവിൽ ലിൽ അലിയിൽ ഗഫാർ അൽ ഉലൂ ലിൽ അലിയിൽ ഗഫാർ എന്ന ഗ്രന്ഥത്തിലും ഉദ്ധരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റു ഗ്രന്ഥങ്ങളിലും ഉദ്ദേശിച്ച കാര്യമാണ് ജുംലത്തു ഖൗലിന, നമ്മുടെ വാക്കുകളുടെ ജുംല, അതാ രത്ന ചുരുക്കം. അന്നുഖറ ബില്ലാഹി, നാം അള്ളാഹുവിനോട് സമ്മതിക്കുന്നു, അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്നു, ഉറച്ചു വിശ്വസിക്കുന്നു. വ മലായിക്കത്തിഹി, മലക്കുകളെ കൊണ്ടും കുത്തുബി കിതാബുകളെ കൊണ്ടും മുസ്ലിങ്ങളെ കൊണ്ടും മാജാ മിൻ ഇൻദില്ലാഹി. അബ്ദുള്ള ഉസ്താദുമാർ എത്തിയിട്ടില്ല. ഉസ്താദുമാർ എത്തിയിട്ട് മുകളിൽ വന്നതിന് ശേഷം വായിക്കാം നിങ്ങളുടെ വായന. ഇപ്പോൾ നിങ്ങളത് വായിച്ചാൽ ഇത് പ്രതികരിക്കാൻ ആളുണ്ടാവില്ല. അതുകൊണ്ട് ക്ഷമിക്കണം എന്നറിയിക്കുന്നു. അല്പസമയം കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഉസ്താദുമാർ ആരെങ്കിലും മുകളിലേക്ക് വന്നാൽ നിങ്ങൾക്ക് വായിച്ചു കൊടുക്കാം, ഗണ്ണിക്കാം, വേണ്ടത് കൈകാര്യം ചെയ്യാം. ഇപ്പോൾ തൽക്കാലം അത് വായിക്കണ്ട എന്ന് അറിയിക്കുന്നു. ക്ഷമിക്കണം എന്നറിയിക്കുന്നു. ഉസ്താദുമാര് മൈക്കിലേക്ക് വരിക. ആരെയും മുകളിൽ കാണാത്തതുകൊണ്ടാണ്. അബ്ദുള്ളന്റെ പ്രസംഗം മാത്രമായിട്ട് വരികയുള്ളൂ, അതുകൊണ്ടാണ്. അബു മുബാറക്ക് മൈക്കെടുക്ക്. അബു മുബാറക്ക്, ഓക്കെ, നിങ്ങൾ മൈക്കെടുക്ക്. ഞാൻ മൈക്കെടുത്തു. കോട്ടൂർ ഉസ്താദ് ജക്കി ഉസ്താദ് വന്നിട്ടുണ്ടല്ലോ. ഉസ്താദ്മാരുണ്ട് അവിടക്കാരുടെ പറഞ്ഞോ. ഉസ്താദ്മാർ ചോദ്യം ചോദിക്കുമ്പോഴല്ലേ ഉസ്താദ്മാർ വരുള്ളൂ. അദ്ദേഹം ഏതായാലും ജക്കി ഉസ്താദ് മൈക്ക് കൊടുക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കേൾക്കുന്നുണ്ടോ? യെസ്. മൈക്കിന്റെ ഒന്നും നേരത്തെ കേൾവിക്കാർ പറഞ്ഞ പോലെ ജിന്നൊന്ന് കൂടി ഒന്ന് ഇറങ്ങിപ്പോയിക്കണ വോയിസ്. ഏതായാലും നമ്മളെ അബ്ദുള്ള ആരും ഇല്ലാത്ത സമയത്ത് നമ്മൾ വാട്സപ്പിൽ ചെയ്യുന്നത് പോലെ വെടി വെച്ചിടുക, പുലി വരുമ്പോ കൊണ്ടുപോകുന്ന വിചാരിച്ചേ ഉസ്താദ്മാരും ഇവിടെ ഇല്ല എന്ന് മനസ്സിലാക്കി വായിക്കാന്ന് വിചാരിച്ച് വായിച്ചത്. ഞാനിങ്ങനെ വായിച്ച് കഴിയട്ടെ എന്ന് വിചാരിച്ച് നിന്നതാണ് ഞാൻ പൊന്താതെ. കാരണം മൂപ്പര് സാധാരണ തൊഴിലാണത്. എന്ത് ഏതെങ്കിലും ഒരു ഇബാറത്ത് കൊടുത്തിട്ട് എന്താക്കും, അതാണ്ട് അടിച്ചു പോകും. ലാസ്റ്റ് എന്താക്കും, ഒന്നും ഉണ്ടാവില്ല, കാറ്റായി പോവുകയും ചെയ്യും. പിന്നെ പുതിയ ഇന്നലെ പറഞ്ഞൊന്നും മൂപ്പർക്ക് ഇല്ല. അതൊക്കെ കഴിഞ്ഞ് അതൊക്കെ അവിടെ തീരുമാനമായിട്ടും ഒന്നുമില്ല. ക്ഷണിച്ചത് കൊണ്ട് പറഞ്ഞതാണ്. ആരും ഞാൻ ക്ഷണിച്ചില്ലല്ലോ. ക്ഷണിച്ച് ഇന്നലെ കഴിഞ്ഞ വിഷയങ്ങൾ നമ്മൾ സംസാരിക്കണ്ടേ? അതെന്തായി എന്ന് തീരുമാനിച്ചിട്ടല്ലേ ബാക്കി നടക്കല്. ഇബാനൊക്കെ നമുക്ക് ഉഷാറായി സംസാരിക്കാം ഇൻഷാ അല്ലാഹ്.
ഇവാനി നമ്മളെ സലഫു സാലിഹിന്റെ ആശയം എന്താണ്? പക്ഷെ മഹാനായ അബുൽ ഹസൻ അശ്ശരി റഹ്മത്തുള്ളാഹിയെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? അതില്ലല്ലോ. അബുൽ ഹസൻ അശ്ശരി റഹ്മത്തുള്ളാഹിയെ നിങ്ങൾ ആരും അംഗീകരിക്കുന്നില്ല. പിന്നെ എങ്ങനെ അവരുടെ കിതാബ് നിങ്ങൾ വായിക്കുക? നിങ്ങൾ ഖുർആനും ഹദീസും മാത്രമാണ് പുത്തൻവാദികളുടെ രേഖ. ഇമാമുകളുടെ കിതാബ് പാളക്കിതാബാണെന്നല്ല പറഞ്ഞിരുന്നത്. അതൊക്കെ വായിച്ച് എന്താക്കുക? അതൊക്കെ വായിച്ചു കണ്ട് ഇവിടെ ഈ ജനങ്ങളെങ്ങനെ കബളിപ്പിക്കാൻ വിചാരിച്ചാല് അത് നടക്കൂല. അപ്പൊ ഞാനിങ്ങനെ കുറച്ച് അപ്പുറത്തായിരുന്നു. അപ്പൊ ഇങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോൾ കുറച്ച് നീളമുള്ള ഐഡിയ ആണ് കാണുന്നത്. നീല ഐഡി പോയിട്ട് വേറെ ഐഡി ആണ്. അപ്പൊ വന്ന് നോക്കുമ്പോഴോ ഇതില്ലായിരുന്നു. അപ്പോഴാണ് ലിബാനിന്ന് ഇങ്ങനെ വായിക്കാൻ തുടങ്ങാൻ വിചാരിച്ചു. ഏതായാലും കോട്ടൂർ ഉസ്താദൊക്കെ വന്ന് ഓൺലൈനിൽ നന്നായിട്ട് കണ്ടിരുന്നു. ഉസ്താദ് എത്തിയില്ലേ? നേരത്തെ നല്ലൊരു മുഖാമുഖോ അല്ല ഒരു റെക്കോർഡായിരുന്നു. അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ റെക്കോർഡായിരുന്നു, വിഷയങ്ങൾ ശരിക്കും പഠിക്കാനും. ഏതായാലും കോട്ടൂർ ഉസ്താദൊക്കെ എത്തിയിട്ടുണ്ട്. നമ്മളെ ജമാൽ കൊടുവിൽ എത്തിയിട്ടുണ്ട്. അബ്ദുള്ള DC ആയതാണോന്ന് അറിയില്ല, അതോ ഇവാനിന്റെ പേജ് മാറിയോന്ന് അറിയില്ല. വായിച്ച പേജിനെല്ലാം വേറെ ഉദ്ദേശിച്ചിരിക്കും വായിച്ചിട്ടുണ്ടാലേ. ഈ PMN കൈപൊക്കിയത് ചോദ്യത്തിനാണോ? എന്താണ് കോട്ടൂർ ഉസ്താദ് കേൾക്കുന്നില്ലേ? കോട്ടൂർ ഉസ്താദ് കേൾക്കുന്നില്ല. ഉസ്താദ് വന്നിരുന്നല്ലോ, ഉണ്ടല്ലോ, കാണുന്നു. അബ്ദുള്ളാണ് ഇൻഷാല്ലാ. അബ്ദുള്ള നമ്മുടെ ചങ്ങായിയാണ്, പഴയ കാലത്തിനുണ്ടെന്നാണ് അബ്ദുള്ള. ഇപ്പൊ കുറെ ഇബാറത്തുകൾ ഇങ്ങനെ വായിക്കും, അതും തീരുമാനമാവാതെ അടുത്തിരിക്കും വായിക്കും, പിന്നെയും വായിക്കും. അത് മുപ്പറ സ്വഭാവമാണ്. ഓക്കെ, ഇൻഷാല്ലാ. ഉസ്താമാരത്തിന്റെ വാടാർമണ്ടി ഒക്കെ എത്തിയിട്ടുണ്ട്. ചോദ്യം കർത്താക്കൾ ചോദിച്ചോളൂ. ഹലോ, അസ്സലാമു അലൈക്കും. ഉസ്താദെ, എനിക്ക് അറിയാനുള്ളത് EK വിഭാഗത്തിന്റെ മദ്രസയിലാണ് എന്റെ കുട്ടി പഠിക്കുന്നത്. അപ്പൊ അതിൽ 110 ഉറുപ്പ്യാണ് ഈ 2ാം ക്ലാസ്സിലെ പഠിക്കുന്ന കുട്ടിക്ക് പരീക്ഷാ ഫീസ് മേടിച്ചിട്ടുള്ളത്. അപ്പൊ അത് 110 തന്നെയാണോ ഫീസ് എന്നറിയാനാണ്, അത് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. അതായത് നമ്മളെ ക്ലാസ് റൂമിലല്ല, അത് അവിടെ ചോദിക്കണം. നിങ്ങൾ ക്ലാസ് റൂം മാറിയിട്ടുണ്ടാവും. ഇവിടെ ചേളാരിക്കാരത്ത് നമ്മളല്ല മറുപടി പറയേണ്ടത്. അത് മറുപടി അവരല്ല പറയേണ്ടത്. അത് അവരുടെ ഒരു ക്ലാസ് റൂം ഉണ്ടോ അവിടെ പോയി ചോദിച്ചാലേ അറിയുള്ളൂ. നമ്മളെ റൂമില് അത് സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ വിവര പട്ടികയും അവിടെ എന്താ കൊടുക്കുന്നത്, അവരെത്ര വാങ്ങുന്നതെന്ന് പറയാൻ പറ്റും. നമ്മള് ചേളാരിക്കാരെ ഇത് ഇവിടെ അങ്ങനെ നമ്മളെ കൊടുക്കലുണ്ടോ, പറയലുണ്ടോ? എനിക്കറിയില്ല. നമ്മളുണ്ടാവില്ല, മുസ്താമാരൊക്കെ ഉണ്ട് ഇവിടെ. അവരെ റൂമുമായി ബന്ധപ്പെട്ടാലേ അവരെത്ര വാങ്ങുന്നത്, അവരെ ഔദ്യോഗികമായിട്ടുള്ള വില ലിസ്റ്റ് എത്രയാണെന്നൊക്കെ അവരോട് ചോദിച്ചറിയാം ഇൻഷാ അല്ലാ. അബൂമാർക്കിന്റെ അടുത്ത് അതിന്റെ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുത്താളി. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുഹൃത്ത് ഇപ്പോഴുള്ള ഈ ആനുകാലിക സംഭവങ്ങളൊന്നും അറിയാത്തത് കൊണ്ടായിരിക്കാം ആ ചോദ്യം വന്നത് എന്ന് എനിക്ക് ആ സുഹൃത്തിനെ അറിയിക്കാൻ താല്പര്യമുണ്ട്. നിങ്ങൾ അവരുടെ ഭാരിച്ച ചെലവുകളൊക്കെ നിങ്ങളൊന്ന് അറിയണം. അവർക്ക് മറ്റൊരു പണം ഉണ്ടാക്കുന്ന സോഴ്സുകളൊന്നുമില്ല. അവർക്ക് ഒരുപാട് ചെലവുകളുണ്ട്. ഇപ്പോ അത് നിങ്ങൾ ആദ്യം ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം. അവർക്ക് ഒരുപാട് കേസുകളുണ്ട്. ആ കേസുകളൊക്കെ നടത്താനും ഒരുപാട് സാമ്പത്തിക ആവശ്യങ്ങളുണ്ട് എന്നാണ് മനസ്സിലാക്കിയത്. അതിന് മുമ്പ് മറ്റൊരു പിരിവും കൂടി നിങ്ങളെ കുട്ടികളുടെ നിന്ന് വാങ്ങിയിട്ടുണ്ടാവും. നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കിയാൽ മതി. 100 രൂപ ഒരു കൈത്താങ് എന്നാണ് അതിന് ഒരു പേരിട്ടത്. ആ കൈത്താങ്ങിന് 100 രൂപ കൊടുത്തിനോ ചോദിച്ചു നോക്കേണ്ടി. എന്റെ ഓരോന്നും കൊടുത്തിട്ടില്ല. എന്റെ കുട്ടികള് അവരുടെ മദ്രസയിൽ പഠിക്കുന്നില്ല, അതുകൊണ്ട്. പക്ഷെ നമ്മളെ അടുത്തുള്ള വീട്ടിലുള്ള കുട്ടികളൊക്കെ ഒരു 100 രൂപ വാങ്ങിയിട്ടുണ്ട്. അപ്പൊ ആ കൈത്താങ് വെള്ളത്തിലായി. ആ കൈത്താങ് 25 ലക്ഷം രൂപ എന്താ മേലെ ഒരു നമ്മളെ ആ കേസ് നടത്തിട്ട് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞത്. അപ്പൊ അവിടെ തന്നെ 2 ചേരി തിരിവായിട്ട് ചോദ്യം ചെയ്യലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം അത് ആ വേണ്ടാത്ത കേസിന് ക്യാഷ് ചെലവാക്കിയത് എന്താണെന്നൊരു കൂട്ടര്. അപ്പം അങ്ങനെ തർക്കമായി വരുന്നുണ്ട്. ഏതായാലും ഈ പൈസ വേറെ വഴിയൊന്നുമില്ലല്ലോ. അതുകൊണ്ട് വരുമാന മാർഗം ഉണ്ടാക്കാനുള്ള
സംവിധാനങ്ങളൊന്നും അവർക്കില്ല. അവര് അത് പഠിച്ചപ്പോ എ പി ഉസ്താദ് ഇപ്പൊ മർക്കസിന്റെ ഭാരിച്ച ചെലവിന് വേണ്ടിയിട്ട് എന്താ ചെയ്തത്? കോഴിക്കോട്ട് വലിയൊരു ബിൽഡിംഗ് ഉണ്ടാക്കി. എന്നിട്ട് അതിന്റെ വരുമാനത്തിൽ അവിടുത്തെ വലിയ ചെലവിലേക്ക് ചെറിയ ഒരു സഹായം ആ ബിൽഡിങ്ങിൽ നിന്ന് കിട്ടുന്നുണ്ട്. എന്നാൽ പോരാത്തത് മറ്റുള്ള ഒരു നല്ല ജനങ്ങളുടെ സഹായം കൊണ്ട് എങ്ങനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞുകൊണ്ട് ഇത്ര രൂപയാണ് ഒരു ദിവസം ചെലവെന്നറിയോ? അതുപോലത്തെ വല്ല സ്ഥാപനങ്ങളും അവർക്ക് അങ്ങനെ അതൊന്നും ഇല്ലല്ലോ. അവർക്കുള്ളത് ചെറിയ ചെറിയ പരിപാടികളും ചെറിയ പിന്നെ നമ്മുടെ ഏതെങ്കിലും സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നത് തടയുക, അതല്ലെങ്കിൽ അതിന് സ്റ്റേ ഓർഡർ വാങ്ങുക. എന്നിട്ട് പറയുകയാണ് ഇപ്പൊ ഞങ്ങൾ സ്റ്റേ ഓർഡർ വാങ്ങിയിട്ടില്ല, സ്റ്റേ ഓർഡറിന് ഞങ്ങൾ ശ്രമിച്ചിട്ടില്ല, ആ കൊടുത്ത ആളെ ഇവരിപ്പോ ഒഴിവാക്കി. അങ്ങനെയുണ്ട്. കാരണം വെച്ചാൽ ലോകം മുഴുവൻ എതിർപ്പ് വന്നപ്പോ മറ്റൊരു മാർഗവും ഇല്ലാത്തത് കൊണ്ട് ആ കേസ് കൊടുത്താൽ നമ്മളാളല്ല. അങ്ങനെയുണ്ട്. അവരുടെ എത്ര സ്റ്റേജുകളിൽ നിന്ന് ഈ പറഞ്ഞ എന്താ തോട്ടുമുക്കോ അതുപോലെയുള്ള ഒരു ആളുണ്ടല്ലോ, അദ്ദേഹം പറഞ്ഞതെന്താ, അങ്ങനെ ഒരു സ്ഥലം തന്നെ ഭൂമിയിൽ ഇല്ല എന്ന് പറഞ്ഞിട്ട്, ആ ഇല്ലാന്ന് ഭൂമിയിൽ സ്ഥലമില്ല എന്ന് പറഞ്ഞ ആ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഒരു കേസ് കൊടുത്തിട്ട് 25 ലക്ഷം പേർക്ക് പോയത്. അപ്പോ അതുപോലുള്ള ഭാരിച്ച ചെലവുകൾ നികത്താൻ വേണ്ടിയിട്ടായിരിക്കാം അത്തരം കൂടുതൽ പൈസ കുട്ടികൾ മറ്റൊരു അത് വേഗം കൊടുക്കല്ലോ, പരീക്ഷ ചെലവല്ലേ. അതുകൊണ്ട് അത്തരം പരീക്ഷയുടെ ഫീസാകുമ്പോൾ എല്ലാവരും വേഗം കൊടുക്കും. 16 റുപ്യ ഉള്ളതിന് 116 വാങ്ങി, അല്ലെങ്കിൽ അതിൽ അതുപോലുള്ള വലിയ സംഖ്യ വാങ്ങി ബാക്കി പൈസ അവർക്ക് ഫണ്ടിലേക്ക് അവരുടെ സ്വരൂപിക്കാനായിരിക്കാമെന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ സുന്നി മദ്രസ ഉണ്ടല്ലോ, നമ്മളെ മദ്രസ ഉണ്ടല്ലോ, അവിടേക്ക് എങ്ങാനും കുട്ടീനെ മാറ്റി ചേർത്താനായ നിങ്ങൾക്ക് ആ പൈസയുടെ ഒരാദായം കിട്ടും എന്ന് കൂടി അറിയിച്ചു ഞാൻ മൈക്ക് ചെയ്യാൻ. ഇനി വിശദമായ വിവരങ്ങളൊക്കെ നമ്മളെ ഫീസിന്റെ താരതമ്യമൊക്കെ നമ്മളെ കുട്ടികളുടെ ഫീസും കൂടി അറിയുന്നവരൊന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. എന്നാൽ അത് വിശദമായി ആ കാര്യം മനസ്സിലാക്കും എന്ന് ഉണർത്തുന്നു. ഞാൻ മൈക്ക് വെക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والعاقبة للمتقين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. പ്രിയപ്പെട്ട സഹോദരന്മാരെ, റഹ്മാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അവന്റെ സ്വാലിഹ്യങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. രഹസ്യത്തിലും പരസ്യത്തിലും അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കുന്ന സ്വാലിഹ്യങ്ങളിൽ നാം ഏവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അബ്ദുള്ള വടക്കാങ്കര എന്ന ഐഡിയിൽ ടെക്സ്റ്റ് അടിക്കാതിരിക്കാനാണ് ഡോട്ട് ഇട്ടുള്ളത്. മൈക്ക് നോട്ടില്ല. ഇൻഷാ അല്ലാഹ് മൈക്കിലേക്ക് വരും. ഇവിടെ കഴിഞ്ഞ ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സിഫത്തുകളെ കുറിച്ച് ഉള്ള ചർച്ച ഉണ്ടായിരുന്നു. വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുള്ള മുഹ്കമായ ആയത്തുകൾ അർത്ഥം മനസ്സിലാക്കാനുള്ളതും അതനുസരിച്ച് ജീവിതത്തിൽ പകർത്താനുള്ളതുമാണ്. പിന്നെ മുത്തശാബിഹത്തായ ആയത്തുകൾ വിശുദ്ധ ഖുർആനിലുണ്ട്. അത് പാരായണം ചെയ്ത് പ്രതിഫലം നേടാനുള്ളതാണ്. അർത്ഥം നോക്കാതെ പാരായണം ചെയ്ത് പ്രതിഫലം നേടാനുള്ളതാണ് മുത്തശാബിഹായ ആയത്തുകൾ. അർത്ഥം നോക്കാതെ പാരായണം ചെയ്യണമെന്ന മഹാന്മാരായ മുൻഗാമികളായ ഇമാമുകളുടെ പരാമർശത്തെ വളച്ചൊടിച്ച്
ബാഹ്യമായി ഡിക്ഷണറിയിൽ കിട്ടുന്ന അതും വ്യാപകമായി ഉപയോഗിച്ചു വരുന്ന ഏതെങ്കിലും അർത്ഥങ്ങൾ നൽകി ആ അർത്ഥങ്ങൾ അള്ളാഹുവിന് ജൽപ്പിക്കുന്ന അവസ്ഥയാണ് ഇന്നലെ അബ്ദുള്ള അടക്കാങ്കര ഇവിടെ പയറ്റിയത്. അത് അനിസ്ലാമികമാണെന്നും ഇസ്ലാമിനത് പരിചയമില്ല എന്നും മുത്തഖദ്ദിമീങ്ങളായ ഇമാമികളുടെ നിലപാട് അതല്ല എന്നും ബഹുമാനപ്പെട്ട ഇമാം ഗസാലി തങ്ങളുടെ കിതാബ് ഉദ്ധരിച്ചുകൊണ്ട് കോട്ടൂർ സഖാഫി ഉസ്താദ് വിശദീകരിച്ചിരുന്നു. ഇപ്പോ വീണ്ടും അബ്ദുള്ള വടക്കാങ്കരാനോട് ഇന്നലെ ചോദിച്ച ചോദ്യം ആവർത്തിക്കുകയാണ്. അല്ലാഹു തആലക്ക് യദ് എന്ന പ്രയോഗം വിശുദ്ധ ഖുർആനില് ബൽ യദാഹു മബ്സൂതതാൻ, അല്ലാഹു തആല അവന്റെ രണ്ട് യദും മബ്സൂതത്താണ്, വിശാലമായതാണ് എന്ന പരാമർശം വിശുദ്ധ ഖുർആനിലുണ്ട്. അതുപോലെ ഹദീസിലും വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ യദിന്റെ ഉദ്ദേശം എന്താണ്? മഹാന്മാരായ ഇമാമുകൾ, മുൻതഖദ്ദിമീങ്ങളായ മുൻഗാമികളായ ഇമാമുകൾ യദിന് അങ്ങനെ ഓതുക എന്നല്ലാതെ അതിന്റെ അർത്ഥം ബാഹ്യമായി പിന്നെ യദ് എന്ന അറബി പദത്തിന് സാധാരണയിൽ ഉപയോഗിക്കുന്ന അർത്ഥം അവിടെ ഉദ്ദേശമല്ല എന്ന് ഇമാം ഗസാലി തങ്ങളുടെയും മറ്റു ധാരാളം ഇമാമുകളുടെയും മുസ്ലിം ലോകത്തിന്റെ ഏകകണ്ഠമായ അഭിപ്രായവും മുൻഗാമികളുടേതായിട്ടുള്ള അഭിപ്രായം അതാണ്. അഥവാ യദ് എന്ന പ്രയോഗം വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുണ്ട്, വജ്ഹ് എന്ന പ്രയോഗം വന്നിട്ടുണ്ട്. ആ വന്ന സ്ഥലങ്ങളിലെല്ലാം അത് ഓതുക, അത് വിശുദ്ധ ഖുർആനിന്റെ ഭാഗമാണ്. അള്ളാഹുവിന്റെ അടുക്കൽ അതിന് യഥാർത്ഥമായ മാനയുണ്ട്. നമുക്ക് അതിന്റെ മാന അറിയാൻ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ നാം അത് പാരായണം ചെയ്യുവാനും അതിന്റെ പ്രതിഫലം നേടുവാനുമാണ് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതനുസരിച്ച് ജീവിക്കണം എന്നതാണ് മുൻഗാമികളുടെ അധ്യാപനം. അതിന് വിരുദ്ധമായി അതിന് വിരുദ്ധമായി ഈ മുൻഗാമികളുടെ ആശയത്തിനെ വളച്ചൊടിച്ച് ഖുർആനിൽ വന്ന കാണുന്ന പല അർത്ഥങ്ങളിൽ ഏതെങ്കിലും ഒരു അർത്ഥം വെച്ചുകൊടുത്ത് അള്ളാഹുവിനെ വികലമായ വസ്തുവായി ചിത്രീകരിക്കുകയാണ് പുത്തൻവാദികൾ. എത്ര പദങ്ങളുണ്ട് വിശുദ്ധ ഖുർആനിൽ? അല്ലാഹു തആല യദ് എന്നൊരുത്തിൽ പറഞ്ഞു, ബി ഐദീന എന്ന് മറ്റൊരുത്തിൽ പറഞ്ഞു. ഐദ് എന്നത് ബഹുവചനമാണ്. അറബി ഭാഷയില് ഏകവചനം, ദ്വിവചനം, ബഹുവചനം ഇങ്ങനെ മൂന്ന് നിലക്ക് ഉണ്ട്. മലയാളത്തിലും ഇംഗ്ലീഷിലുമൊക്കെ ഏകവചനം കഴിഞ്ഞാൽ പിന്നെ ബഹുവചനമാണ്. ദ്വിവചനം അങ്ങനെ വേറെ രണ്ടെണ്ണത്തിന് മാത്രമായിട്ട് പ്രയോഗമില്ല. അറബിയിൽ അങ്ങനെയല്ല, ഏകവചനമുണ്ട്, പിന്നെ ദ്വിവചനമുണ്ട്, രണ്ടെണ്ണത്തിനെ മാത്രം ഉൾക്കൊള്ളുന്ന ഒരു പദം. അത് കഴിഞ്ഞിട്ട് പിന്നെ ബഹുവചനമുണ്ട്, രണ്ടിലധികം, മൂന്നും അതിലധികവും ഉണ്ടാകാവുന്നതിന് വേണ്ടിയിട്ട് ബഹുവചനം ഉപയോഗിക്കും. തജ്രി ബി അയുനിന, അതേപോലെ ബി ഐദീന എന്നൊക്കെ വിശുദ്ധ ഖുർആനിൽ പ്രയോഗിച്ചിട്ടുണ്ട്. യദിന്റെ ബഹുവചനമാണത്. അപ്പോ ഇവർ അല്ലാഹു തആലാക്ക് ഇവരുടെ അർത്ഥപ്രകാരം രണ്ടിലധികം കൈകൾ ഇവർ പറയണം, ഒന്നുകിൽ മൂന്ന് അല്ലെങ്കിൽ അതിലധികം. അയുനിന എന്ന് പറഞ്ഞ പ്രയോഗപ്രകാരം
അയിനിന്റെ ബഹുവചനമാണ് ആയുന്. ചുരുങ്ങിയാൽ 3 കണ്ണുണ്ട് എന്ന് പറയണം, അല്ലെങ്കിൽ അതിൽ കൂടുതലുണ്ട് എന്ന് പറയണം ഇവരുടെ അഭിപ്രായം. ഇങ്ങനെ അള്ളാഹുവിനെ ഒരു വികലമായ അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഇവരുടെ വിശദീകരണ പ്രകാരം ഒരു വികൃത ജീവിയായി ചിത്രീകരിക്കുകയാണ് ഈ വിവരദോഷികളായ മനുഷ്യന്മാർ. അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം 2 അഭിപ്രായങ്ങളാണ് ഈ പദപ്രയോഗങ്ങൾക്ക് ഉള്ളത്. ഒന്ന്, മഹാന്മാരായ മുത്തഖദ്ദിമീങ്ങളുടെ അഭിപ്രായം ആ ഭാഗങ്ങളൊക്കെ ഓതുകയും അതിന്റെ പുണ്യം നേടുകയും ചെയ്യുക എന്നത് മാത്രമാണ്. ഇത് അള്ളാഹുവിന്റെ കലാമാണെന്ന് വിശ്വസിക്കുക എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ 7 കാര്യങ്ങൾ അതിൽ നിർബന്ധമുണ്ട് എന്ന് ഇന്നലെ പറഞ്ഞത് വായിച്ച് കേൾപ്പിച്ചിരുന്നു. എന്നല്ലാതെ അതിന്റെ ബാഹ്യമായ അർത്ഥങ്ങൾ ഉദ്ദേശമല്ലെന്ന് വിശ്വസിക്കലും ആ ആയത്തുകളുടെ ഉദ്ദേശമാണ്. ഈ പദങ്ങളുടെയൊക്കെ നിഘണ്ടുകളിൽ കാണുന്ന സാധാരണയിൽ ഉപയോഗിക്കുന്ന അർത്ഥങ്ങൾ ഉദ്ദേശമല്ല എന്ന് വിശ്വസിക്കൽ നിർബന്ധമാണ് എന്നാണ് മുത്തഖദ്ദിമീങ്ങളുടെ അഭിപ്രായം. ഈ അഭിപ്രായമൊക്കെ ഉണ്ടായിരിക്കെ പിന്നെ അതെല്ലാം എന്താ ചെയ്യാ, എന്താ പറയാ, ഇതിനെല്ലാം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് മഹാന്മാരുടെ അഭിപ്രായം അതല്ല എന്ന് പറഞ്ഞ്, ഇമാമുകളുടെ അഭിപ്രായം അതല്ല, ബാഹ്യമായി ഓരോരുത്തർക്കും തോന്നുന്ന അർത്ഥങ്ങൾ, ഡിക്ഷണറിയിൽ കാണുന്ന അർത്ഥങ്ങൾ, അതാണ് ഈ കലിമത്തുകളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നത് അള്ളാഹുവിനെ തീർച്ചയായും ജഡവൽക്കരിക്കലും തജസ്സുമിന്റെ വാദം അഥവാ അള്ളാഹു തആലക്ക് ജഡവൽക്കരിക്കുന്നതോടുകൂടെ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന, അള്ളാഹുവിലുള്ള യഥാർത്ഥ വിശ്വാസത്തിൽ നിന്ന് പുറത്തു പോകുന്ന ഒരവസ്ഥയിലേക്ക് ആയിത്തീരുകയാണ് ചെയ്യുന്നത്. അബ്ദുള്ളോടക്കങ്കര ലൈസാൻഡ് ചെയ്തിട്ടുണ്ട്, ഞാൻ കാണുന്നുണ്ട്. ഇന്നലെ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. ആ ചോദ്യം ഞാൻ ആവർത്തിക്കാൻ ഉദ്ദേശിക്കുകയാണ്. എന്താണത്? യദ് എന്നതിന് കൈ എന്ന് മലയാളത്തിൽ അർത്ഥമുണ്ട്, അതാണ് അവിടെ ഉദ്ദേശം എന്ന് അബ്ദുള്ള പറഞ്ഞിരുന്നു. ഏത് ഇമാമാണ് യദ് എന്നതിന് കൈ എന്ന അർത്ഥം ഉദ്ദേശമുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് എന്നൊരു ചോദ്യം അബ്ദുള്ളക്ക് മൈക്കൂട്ടനെ കൊടുക്കും കേട്ടോ. എപ്പോഴാണ്, അല്ല, ഏത് ഇമാമാണ് യദ് എന്നതിന് കൈ എന്നതാണ് അവിടെ ഉദ്ദേശം എന്ന് ഏത് ഇമാമാണ് പറഞ്ഞത്? കൈ എന്ന അർത്ഥം വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞതിന്റെ തെളിവുകൾ പറഞ്ഞിരുന്നു. അതിന്റെ അത്തരം പദപ്രയോഗങ്ങൾക്കൊക്കെ ഉള്ള പ്രത്യക്ഷമായ അർത്ഥങ്ങൾ അല്ലെങ്കിൽ ഡിക്ഷണറിയിൽ കാണുന്ന അർത്ഥങ്ങൾ ഉദ്ദേശമല്ല എന്ന ഇമാമിങ്ങളുടെ ഏകകണ്ഠമായ അഭിപ്രായങ്ങളാണ്, മുത്തഖദ്ദിമീങ്ങളായ ഇമാമിങ്ങളുടെ ഏകകണ്ഠമായ അഭിപ്രായം ഉണ്ട് എന്നത് ഇന്നലെ അതിന്റെ ഉദ്ധരണി അടക്കം വായിച്ച് പറഞ്ഞിരുന്നു. അബ്ദുള്ളയോട് ഒരു ചോദ്യം ചോദിച്ചു. അബ്ദുള്ള പറഞ്ഞു അവിടെ യദ് എന്ന് പറഞ്ഞാൽ കൈ എന്ന് എല്ലാവർക്കും അറിയാം എന്നും അതാണ് ഉദ്ദേശമെന്നും എന്നൊക്കെ പറഞ്ഞിരുന്നു. കൈ എന്നാണ് അവിടെ ഉദ്ദേശമെന്ന്, യദുല്ലാഹി എന്ന് പറഞ്ഞതിന് അള്ളാഹുവിന്റെ കൈ എന്ന അർത്ഥം വെക്കണം എന്ന് ഏത് ഇമാമാണ് പറഞ്ഞിട്ടുള്ളത്? കൈ എന്ന് പറഞ്ഞാല് മനുഷ്യന്റെ അല്ലെങ്കിൽ ഒരു ഭാഗത്തുള്ള ഒരു അവയവമാണല്ലോ, അങ്ങനെ ഒരു അവയവമാണ് ഉദ്ദേശമെന്ന് ആരാണ് പറഞ്ഞിട്ടുള്ളത്? അവയവം എന്നതിനെ അറബിയിൽ ഉളുവ് എന്ന് പറയും. ഉളുവ് എന്ന് പറഞ്ഞാൽ അവയവം എന്നാണ്. അപ്പോ യദ് എന്ന അറബി പദം പരിചയമില്ലാത്ത ആൾക്കത് പരിചയപ്പെടുത്തി കൊടുക്കാന് അത് ഉളുവുൻ മിൻ അഅ്ളാഇൽ ഇൻസാൻ എന്നോ അല്ലെങ്കിൽ മിൻ അഅ്ളാഇഹി എന്നോ അള്ളാഹുവിന്റെ അവയവത്തിൽപ്പെട്ട ഒരു അവയവമാണ് എന്നോ ഒക്കെ ഏതെങ്കിലും ഇമാമുകൾ യദ് എന്നതിന് ഇങ്ങനെ ഒരു കൈ എന്ന അർത്ഥം ഏത് ഇമാമാണ് പറഞ്ഞിട്ടുള്ളത് എന്നൊരു ചോദ്യം വളരെ പ്രസക്തമായ ചോദ്യമാണ്. ആ ചോദ്യത്തിന് മറുപടി പറയാൻ അബ്ദുള്ള വടക്കാങ്കരയെ മൈക്കിലേക്ക് ക്ഷണിക്കുന്നു. മൈക്ക് ഉടനെ എടുക്കുക. അബ്ദുള്ളക്കാണ് മൈക്ക്. ഞാൻ മൈക്ക് വിട്ടു.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇവിടെ ഉസ്താദ് ചോദ്യം ആവർത്തിക്കുകയുണ്ടായി. യദ് എന്നതിന് കൈ എന്ന അർത്ഥം ആരാണ് പറഞ്ഞിട്ടുള്ളത്? ഏത് ഇമാമാണ് പറഞ്ഞിട്ടുള്ളത്? ആ ചോദ്യം അസ്ഥാനത്താണ് എന്ന് പറയാൻ ഉദ്ദേശിക്കുകയാണ്. എന്നാൽ അതിനു മുമ്പ് ആരാണ് കൈ എന്ന അർത്ഥം വരുന്ന രൂപത്തിൽ ഈ ആയത്തുകളെ വിശദീകരിച്ചിട്ടുള്ളത് എന്ന് പറയാം. ഖാല യാ ഇബ്ലീസു മാ മനാക അൻ തസ്ജുദ ലിമാ ഖലഖ്തു ബിയദയ്യ. സൂറത്ത് സാദിലെ 75-ാമത്തെ ആയത്താണ്. ഖാല യാ ഇബ്ലീസു മാ മനാക അൻ തസ്ജുദ ലിമാ ഖലഖ്തു ബിയദയ്യ അസ്തക്ബർത അം കുൻത മിനൽ ആലീൻ. യുഖ്ബിറു തആല ദിക്റുഹു ബിദാലിക. ഈ ആയത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുന്നു അന്നഹു ഖലഖ ആദം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബിയെ സൃഷ്ടിച്ചിരിക്കുന്നു ബിയദൈഹി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം വെക്കണ്ടേ? ചിലപ്പോൾ അർത്ഥം വെക്കാനും പറ്റൂല. ഇരു യദുകൾ കൊണ്ടുനോ. തഫ്സീർ തബ്രി ഇമാമിന് ഏതും മലയാളത്തിൽ കൈയൊന്നും പറയില്ല, പിന്നെ ഹാൻഡ് ഒന്നും പറയില്ല, പിന്നെ യദ് എന്നല്ലാതെ എന്താ പറയാ? തബരി ഇമാം അറബിയായിരുന്നു, അറബിയിലാണ് കിതാബ് രചിച്ചത്. അറബിയിലല്ല പിന്നെ കൈ എന്ന് പറയാൻ പറ്റുമോ? ഖലഖ ആദമ ബിയദൈഹി എന്ന് യുഖ്ബിറു അറിയിക്കുന്നു. അള്ളാഹു പറയുന്നു യുഖ്ബിറു തആല ദിക്റുഹു ബിദാലിക അന്നഹു ഖലഖ ആദം ബിയദൈഹി. പിന്നെ കമാ ഹദ്ദസന എന്നിട്ട് പറയുകയാണ് കമാ ഹദ്ദസന ഇബ്നുൽ മുസന്ന ഖാല ഹദ്ദസന ഫുലാൻ ഖാല ഹദ്ദസന ഫുലാൻ ഖാല സമീഅതു മുജാഹിദൻ. ഞാൻ ഇന്നലെ പിന്നെ പറഞ്ഞിരുന്നു, എൻ്റെ സാധ്യത, എൻ്റെ അഭിപ്രായം പറഞ്ഞിരുന്നു മുജാഹിദ് പിന്നെ ഇക്രിമ അതുപോലുള്ളവർ. ഇവിടെ മുജാഹിദിൽ നിന്ന് പിന്നെ മുജാഹിദ് പറഞ്ഞിരിക്കുന്നു ഖാല സമീഅതു മുജാഹിദൻ യുഹദ്ദിസു അൻ ഇബ്നു ഉമറ ഖാല ഖലഖല്ലാഹു അർബഅതൻ ബിയദി. ഒന്നല്ല, ഖലഖല്ലാഹു അല്ലാഹു സൃഷ്ടിച്ചു അർബഅതൻ 4 സൃഷ്ടികളെ. ബിയദിഹി ബിയദിഹി എന്ന് പറഞ്ഞാൽ എന്താ പറയണ്ടേ എനിക്കറിയില്ല. പിന്നെ അൽ അർശനെ സൃഷ്ടിച്ചിരിക്കുന്നു, അതിനും മലയാളം പറയാൻ പറ്റില്ലേ? സിംഹാസനം. വ അദൻ തോട്ടത്തെ. വൽ ഖലം പേനയെ. വാദമ ആദം നബിയെയും സൃഷ്ടിച്ചിരിക്കുന്നു. സുമ്മ ഖാല ലികുല്ലി ഷൈഇൻ കുൻ ഫയകൂൻ കുൻ ഫകാൻ. പിന്നെ ഓരോന്നിനും പിന്നെ റൂഹൂദി, അപ്പോൾ ഒരു പിന്നെ അതായി ആദം നബി ആദം പിന്നെ കുൻ ഫകാൻ എന്നാണ് പറഞ്ഞത്. കുൻ ഫകാൻ, കുൻ എന്ന് പറയാൻ പറഞ്ഞു, അപ്പോൾ അതുണ്ടായി. ഏതായിരുന്നാലും ഇത് തഫ്സീർ തബ്രിയിൽ കൊടുത്തതാണ്. ഇതിന് എങ്ങനെ അർത്ഥം വെക്കണമെന്ന് നിങ്ങൾ അർത്ഥം വെച്ചോളൂ. ഖലഖല്ലാഹു അർബഅതൻ ബിയദിഹി അൽ അർശ വഅദൻ വൽ ഖലം വആദം സുമ്മ ഖാല ലികുല്ലി ഷൈഇൻ കുൻ ഫകാൻ. പിന്നെ മറ്റുള്ള ആയത്തുകളുടെ ഒന്നും ഞാൻ നോക്കിയിട്ടില്ല, ഇത് മാത്രമേ നോക്കാൻ സമയം കിട്ടിയുള്ളൂ. പിന്നെ അപ്പോഴേക്ക് വേറെ പല ആയത്തുകളും പല പിന്നെ ഉദ്ധരണികളും കാണാവുന്നതാണ് ഇതിന് ഉപോത്ബലമായിട്ടുള്ളത്. ഇമാം അബുൽ ഹസൻ അശ്ശരി റളിയല്ലാഹു അൻഹു റഹിമഹുല്ലാഹ് തന്റെ അലിബാന ഫി ഉസൂൽ ദിയാനിൽ പറയുന്നു. നോക്കൂ, ഇസ്തിവായിനെ കുറിച്ച് പറയാണ്. ഖാല ഇമാം അശ്ശരി ഫൈൻ ഖാല ഖായിലുൻ മാ തഖൂലുന ഫി ഇസ്തിവായി. ഇസ്തിവായിൽ എന്താണ് നിങ്ങൾ പറയുന്നത് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ നഖൂൽ നമ്മൾ പറയുന്നു ഇന്നല്ലാഹ മുസ്തവിൻ അലാ അർശിഹി. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ അർശിൽ തന്റെ എന്തായിരുന്നാലും ഇതിന്റെ മറുപടി പറഞ്ഞതിനെ പറ്റി ഉള്ള വിശദീകരണം കഴിഞ്ഞോട്ടെ, എന്നിട്ട് ഇൻഷാ അല്ലാഹ് ഇബാൻ എടുക്കാം. അബ്ദുള്ള അടക്കങ്കര. ഇവിടെ ഇമാം തബരി റഹ്മത്തുള്ളാഹി അലൈഹി വളരെ വ്യക്തമായി തന്നെ ഉദ്ധരിച്ചത് അൽഹംദുലില്ലാ ഇന്നലത്തെ കോട്ടൂർ ഉസ്താദിന്റെ വിശദീകരണവും അതിന്റെ ശേഷവും ഉള്ള വിശദീകരണമൊക്കെ അബ്ദുള്ളക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. കാരണം യദൈഹി എന്ന പദത്തിന് അർത്ഥം എന്താണ് വെക്കേണ്ടത് എന്ന് എനിക്കറിയില്ല എന്ന ഒരു അറിവിലേക്ക് അബ്ദുള്ളയെ എത്തിക്കാൻ അൽഹംദുലില്ലാ ഇന്നലത്തെ ചർച്ച ഉപകരിച്ചിട്ടുണ്ട് എന്നതിൽ സന്തോഷമുണ്ട്. ഇത് തന്നെയാണ് നമ്മുടെ ഈ ചർച്ചയുടെ ഒക്കെ ലക്ഷ്യം. അറിയാത്തതിനെ അറിയില്ല എന്ന് പറയാൻ
നമുക്ക് കിബർ ഉണ്ടാവാൻ പാടില്ല, അഹങ്കാരം ഉണ്ടാവാൻ പാടില്ല. അൽഹംദുലില്ലാഹ് നമ്മുടെ ചർച്ച തീർച്ചയായും വിജയം കണ്ടിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ലക്ഷ്യം. ഇവിടെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു തആല സൃഷ്ടിച്ചത് ബിയദൈഹി, അവന്റെ 2 യദ് കൊണ്ടാണ്. അതേ പദപ്രയോഗം തന്നെയാണ് പറഞ്ഞിട്ടുള്ളൂ ഇമാം ത്വബരി തങ്ങളും. ബിയദൈഹി, അവന്റെ യദൈഹി കൊണ്ടാണ്, യദൈഹി കൊണ്ടാണ്. 2 എന്നും പറയാൻ നിർവാഹമില്ല. യദൈഹി കൊണ്ടാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അതുമ്മൽ തന്നെ നിൽക്കുക, അതിനർത്ഥം പറയാൻ പോകണ്ട. അതാണ് മുത്തഖദ്ദിമീങ്ങളായ ഇമാമുകൾ പറഞ്ഞത്. ഇമാം ത്വബരി അടക്കമുള്ള ഇമാമുകളൊക്കെ മുത്തഖദ്ദിമീങ്ങളായ ഇമാമുകളിൽപ്പെട്ടവർ തന്നെ. ഒരു പറഞ്ഞ എന്താണ്, യദൈഹി എന്ന പദപ്രയോഗം അങ്ങനെ തന്നെ വെച്ചാൽ മതി. അതിന് പിന്നെ ഒരു അവയവമെന്നോ 2 അവയവമെന്നോ മറ്റൊന്നും വെക്കാൻ പാടില്ല. എങ്ങനെയാണ് ഹദീസിലും ഖുർആനിലൊക്കെ പറഞ്ഞത്, ആ പറഞ്ഞത് തന്നെ ഉപയോഗിക്കുക. അതിന് ഭാഷാന്തരമോ വിശദീകരണമോ ഭാഷാ അടിസ്ഥാനത്തിൽ അതിനെ വിശദീകരിക്കുകയോ പാടുള്ളതല്ല. അൽഹംദുലില്ലാഹ് ആ ഒരു നിഗമനത്തിലേക്ക് അബ്ദുള്ളയെ എത്തിക്കാൻ കഴിഞ്ഞു എന്നത് സന്തോഷകരമാണ് എന്ന് മാത്രമാണ് അത് സംബന്ധമായിട്ട് പറയാനുള്ളത്. മലയാളം അറിയില്ല, അതിന് ഭാഷാന്തരവും ഇല്ല, മറ്റു വിശദീകരണങ്ങളും ഇല്ല. അത് ബിയദൈഹി എന്ന് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ട് പിന്നെ ഹദീസിലോ ഖുർആനിലൊക്കെ വന്നിട്ടുള്ളത് എങ്ങനെയാണ്, വന്നിട്ടുള്ളത് പോലെ തന്നെ ഉപയോഗിക്കണം. 4 കാര്യങ്ങളെ ബിയദൈഹി കൊണ്ട് അള്ളാഹു സൃഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതങ്ങനെ തന്നെ ബിയദൈഹി ആണെങ്കിൽ യദ് കൊണ്ട് അള്ളാഹു സൃഷ്ടിച്ചു, അങ്ങനെ തന്നെ. ആ യദ് എന്താണ് എന്ന് വിശദീകരിക്കാൻ ഒരിക്കലും ഇമാമുകൾ തയ്യാറായിട്ടില്ല. മുത്തഖദ്ദിമീങ്ങളായ ഇമാമുകൾ അതിന് തയ്യാറായിട്ടില്ല. അതൊരു അവയവമാണ് എന്ന് ഇന്ന് പുത്തൻവാദികൾ വ്യാഖ്യാനിക്കുന്നത് പോലെ ഇമാമുകൾ അങ്ങനെ വ്യാഖ്യാനിച്ചിട്ടില്ല. അതാണ് സുന്നികളും പറയുന്നത്, അങ്ങനെ വ്യാഖ്യാനിക്കാൻ പാടുള്ളതല്ല. ആ കാര്യം വ്യക്തമായി. പിന്നെ ഇബാനയുടെ ഇബാറത്ത് നേരത്തെ വായിച്ചു കേട്ടോ. ഇബാനയുടെ ഇബാറത്ത് എന്താ? ബാലിശം എന്ന് പറഞ്ഞിട്ട് എന്താണ് ബാലിശം? ഏത് ബാലിശം എന്ന് പറയുന്നത്? പറയൂ, ബാലിശം ഏതാണ് പറയൂ, ഞാൻ മൈക്കോട്. ബാലിശ ഏതാ പറഞ്ഞോളൂ. കോട്ടൂർ സഖാഫി ഉസ്താദ് എത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് കോട്ടൂർ ഉസ്താദ് മൈക്കിലേക്ക് വന്നതിന്റെ ശേഷം ഇന്നലെ ചർച്ച ചെയ്തിരുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് സമയം കോട്ടൂർ ഉസ്താദ് സംസാരിച്ചിരുന്നു. കോട്ടൂർ ഉസ്താദ് മൈക്കിലേക്ക് വന്നതിന്റെ ശേഷം ഇൻഷാ അല്ലാഹ് അബ്ദുള്ളക്ക് മൈക്കിലേക്ക് വരാവുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസ്സഹാബത്തിൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. ഇന്നലെ DC ആയത് എപ്പോഴാണെന്ന് അബ്ദുള്ളക്ക് ഓർമ്മയുണ്ടോ? സാധാരണ തലേന്നത്തെ DC വിശേഷങ്ങളൊന്നും ഓർക്കാതെയാണ് വടക്കാങ്ങര ക്ലാസ് റൂമിൽ അടുത്ത ദിവസം വരാറുള്ളത്. ഇന്നലെ അബ്ദുള്ള വടക്കാങ്ങര DC ആയ പോയിന്റ് വടക്കാങ്ങരക്ക് ഓർമ്മയുണ്ടോ? ഇന്നിപ്പോൾ അതിനെക്കുറിച്ച് അയാൾ എന്തോ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഞാൻ അല്പം താമസിച്ചാണ് ഇപ്പോൾ ക്ലാസ് റൂമിൽ വരുന്നത്. ഇന്നലെ അബ്ദുള്ള വടക്കാങ്ങര ഇവിടെ ഒരു ടെക്സ്റ്റ് അടിച്ചിരുന്നു എൻ്റെ ഒരു ചോദ്യത്തിന് മറുപടി ആയിട്ട്. അതിൻ്റെ ഒരു ചോദ്യം, നിങ്ങൾ ഈ പറഞ്ഞ യദ് ആയത്തിലോ ഹദീസിലോ ഏതിലോ ആവട്ടെ അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ചേർത്തി പറഞ്ഞ യദ് എന്ന പദത്തിന്, യദ് എന്നുള്ള പദത്തിന് പല അർത്ഥമുണ്ട് എന്ന് ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞു. 18 അർത്ഥം അൽമൻഹലുണ്ട് എന്ന് തന്നെ പറഞ്ഞു. അങ്ങനെ ഒരുപാട് അർത്ഥങ്ങളുള്ള യദ് ആയത്തിലും ഹദീസിലും അള്ളാഹുവിലേക്ക് ചേർത്തി പറഞ്ഞ യദ്, അവിടുത്തെ യദിന്റെ അർത്ഥം കൈ എന്നാണ് എന്ന് ആര് പറഞ്ഞു എന്നൊരു ചോദ്യം ഞാൻ ഇന്നലെ ചോദിച്ചപ്പോൾ അബ്ദുള്ള വടക്കാങ്ങരക്ക് ഒന്നും പറയാനുണ്ടായില്ല. അവസാനം അദ്ദേഹം ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ടെക്സ്റ്റ് അടിച്ചിരുന്നു. അത് പറഞ്ഞ 3 പ്രഗത്ഭരായ ആളുകളുടെ പേര്, താബികളായ 3 മഹാന്മാരുടെ പേരടിച്ചു. അതില് ഇക്രിമ, ലഹാക്ക്, മുജാഹിദ്. ഇക്രിമ, ലഹാക്ക്, മുജാഹിദ്, ഈ 3 പ്രമുഖരായ മുഫസ്സിറുകളുടെ പേര് അബ്ദുള്ള വടക്കാങ്ങര എൻ്റെ ചോദ്യത്തിന് മറുപടിയായിട്ട് ക്ലാസ് റൂമിൽ അടിച്ചിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു
പിന്നെ എവിടെയാണ് ഇവരിത് പറഞ്ഞത്? അപ്പൊ ഞാൻ നോക്കിയിട്ട് നാളെ അത് പറഞ്ഞുതരാന്ന് പറഞ്ഞ് പോയതാ. പിന്നെ അവസാനം പറഞ്ഞത് ഞാൻ അങ്ങനെയാണ്ട് അടിച്ചതെന്നേ ഉള്ളൂ, ഓരങ്ങനെ പറഞ്ഞത് ഞാൻ കണ്ടിട്ടൊന്നുമില്ല, പിന്നെ ഞാനൊരൊക്കെ പറഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചടിച്ചതാണ് എന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? അതൊക്കെ അബ്ദുള്ള അവനാന്റെ പുരയിലൊക്കെ പറ്റും, കുട്ടികൾ എടുത്താന്ന് വിചാരിച്ച് കണ്ട് അടിക്കലൊക്കെ ഉണ്ട്. മനസ്സിലായില്ലേ? എന്റെ സാധനം പുരയിൽ കാണാനില്ലാതായാലേ എടുത്തുണ്ടാവുന്ന വെച്ചിട്ട് ഞാൻ രണ്ടെണ്ണം കൊടുത്താണെന്നൊക്കെ അത് അവനാന്റെ പുരയിലൊക്കെ പറ്റും. നിങ്ങൾ ഈ ദീൻ പറഞ്ഞോടത്തൊക്കെ ഓലൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുന്ന വിചാരിച്ചിട്ട് ഞാനവിടെ പറഞ്ഞാൽ ഇന്നലെ പറഞ്ഞ് തടി സലാമത്താക്കിയല്ലോ. അപ്പൊ ഇന്നലെ ബിസി ആയ പോയിന്റ് അവിടെയാ, വിഷയം മാറിയിട്ടില്ലല്ലോ. അതുകൊണ്ട് പറയൂ, ഇക്രിമ, ലഹാഖ്, മുജാഹിദ് എന്നീ മുഫസ്സിറുകൾ ആയത്തിലും ഹദീസിലും ഒക്കെ അള്ളാഹുവിലേക്ക് ചേർത്തി പറഞ്ഞ യദ് എന്ന പദത്തിന്റെ അർത്ഥം കൈ എന്ന് തന്നെയാണ്. കാരണം യദിന് പല അർത്ഥമുണ്ട്. ഇന്നലെയാണ് ഇത് തെളിവ് സഹിതം പറഞ്ഞു. പല അർത്ഥമുള്ള യദ് അവിടെ ഉദ്ദേശിക്കുന്ന അർത്ഥം കൈ എന്ന് തന്നെയാണ് എന്ന് പറഞ്ഞത് ഈ മുഫസ്സിറുകൾ പറഞ്ഞത് എവിടെയാണ്? ആ ഇബാറത്ത് ഇങ്ങോട്ട് വായിക്കുക, എന്നിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് ബാക്കി ആലോചിക്കാം. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാനത് വായിച്ചു, എവിടെയാണെന്നുള്ളത് തഫ്സീർ തബരിയിൽ കാണാവുന്നതാണ്. ഖാല യാ ഇബ്ലീസു മാ മനാകാൻ തസ്ജുദ ലിമാ ഖലഖ്തു ബിയദയ്യ എന്ന ആയത്തിന്റെ തഫ്സീറായിട്ട് കൊടുത്തിരിക്കുന്നു. യുഖ്ബിറു തആല ദിക്റുഹു ബിദാലിക അന്നഹു ഖലഖ ആദമ ബിയദൈഹി കമാ ഹദ്ദസന ഇബ്നുൽ മുസന്ന എന്നിട്ട് ഹദീസ് കൊടുക്കുകയാണ്. ഇൽ അസർ قال سمعت مجاهدا يحدث عن ابن عمر قال خلق الله أربعة بيده العرش وعدن والقلم وآدم ثم قال لكل شيء كن. അല്ല, ഇത് നേരത്തെ വായിച്ചതന്നല്ലേ? നീ ബാക്കിയുള്ളത് ഇപ്പൊ വായിച്ചത് നീ വായിക്കാനുള്ള ഏതും കേട്ടോ, തികച്ചുകൊണ്ട് വെച്ചോളി. ഇപ്പൊ വായിച്ച ഏതും ഇനി അതിന്റെ ചോട്ടിലോ വേറെ ഏതെങ്കിലും കിതാബെന്നോ വായിക്കാനുള്ള യദും, അതിൽ യദ് എന്നുള്ള പദം ഉണ്ടോ എന്ന് അബ്ദുള്ള ഞാൻ ചോദിച്ചിട്ടില്ല. ആ യദ് എന്ന പദത്തിന് 18 അർത്ഥങ്ങളുണ്ടല്ലോ, അതിൽ കൈ എന്നാണ് അർത്ഥം എന്ന് ആര് പറഞ്ഞു എന്ന് എന്റെ ചോദ്യം. അപ്പൊ ഞാൻ അബ്ദുള്ള തിരിച്ചിനോട് ചോദിക്കരുത് നിങ്ങൾ എന്താണെന്ന് അർത്ഥം വെക്കുക, അത് ചോദിക്കുക, അത് ഞാൻ പറഞ്ഞുതരും. അത് ഞാൻ പറഞ്ഞു, ഞാൻ വെക്കണ അർത്ഥം ഞങ്ങൾ എന്താ അർത്ഥം വെക്കുക എന്നൊക്കെ ഞങ്ങൾ മണിയായിട്ട് പറഞ്ഞുതരും. ഇപ്പൊ ചോദിച്ച ചോദ്യം അതല്ല, കൈ എന്നാണ് ആ യദിന്റെ അർത്ഥം എന്ന് ആര് പറഞ്ഞു? പറഞ്ഞ ആളെ പേരുണ്ട് എന്ന് പറയും. ഇപ്പൊ എന്താ നിങ്ങൾ വായിച്ച്? മുജാഹിദ് റളിയല്ലാഹുവിൽ നിന്ന് നിങ്ങൾ ഈ വായിച്ചിട്ടുള്ളത് ഖലഖല്ലാഹു അർബഅത്തൻ ബിയദിഹി എന്ന ഹദീസ് പറഞ്ഞതാ. ഞാൻ ചോദിച്ചത് ഹദീസാണോ പറയണത്? അല്ലെ, ഹദീസോ അസറോ ആണ് നിങ്ങൾ ഈ പറയുന്നത്. ഈ ഹദീസിലും അസറിലും ആയത്തിലും ഒക്കെ വന്നിട്ടുള്ള യദ് എന്ന പദത്തിന്റെ അർത്ഥം കൈ ആണ് എന്ന് ആര് പറഞ്ഞു? അതാണ് എന്റെ ചോദ്യം. അർത്ഥത്തെ സംബന്ധിച്ചാണ് ചോദ്യം, പദത്തെ സംബന്ധിച്ചല്ല. മനസ്സിലാക്കണേ. വടക്കാങ്ങര ഇനി കുറെ കിതാബ് എടുത്ത് കാണാം, അവിടെ എതുണ്ട് ഇവിടെ എതുണ്ടെന്ന് വായിക്കണ്ട. കാരണം ഞാൻ ചോദിക്കണത് പദത്തെ കുറിച്ചല്ല, നേരെ മറിച്ച് ആ പദത്തിന്റെ അർത്ഥത്തെ കുറിച്ചാണ്. അതിന് അർത്ഥം കൈ എന്നാണ് എന്ന് ആര് പറഞ്ഞു? നിങ്ങൾക്ക് ന്യായമായും ചോദിക്കാം, കൈ എന്നല്ല എന്നർത്ഥം ആര് പറഞ്ഞു? ഇൻഷാ അല്ലാഹ് ഞാനത് പറഞ്ഞുതരും. ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇന്ന് ഞാനത് പറയും, അത് വിഷയമല്ല. പക്ഷെ ആദ്യം നിങ്ങളിത് പറയും, കൈ ആണ് എന്നർത്ഥം, കൈ എന്നാണ് അർത്ഥം എന്ന് മുജാഹിദും ഇക്രിമയും ലഹാഖൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഇന്നലെ മുങ്ങിയത് അർത്ഥം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയും. യദ് 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 എന്നുള്ള പദം ഇങ്ങനെ 100 വട്ടം വായിച്ചിട്ട് കാര്യമില്ല. അതിന്റെ അർത്ഥം കൈ എന്നാണ് എന്ന് ആര് പറഞ്ഞു? ബിമഅനൽ ജാരിഹത്തി, അങ്ങനെ ഉണ്ടോ? കൈന് നിങ്ങൾ ചോദിക്കുന്നത് ഞാൻ ഇപ്പൊ പറഞ്ഞതിനാ. അബ്ദുള്ള വടക്കാങ്ങര ഇങ്ങനെ പറഞ്ഞാല് നമ്മളെന്താക്കും? ഇനിയും ചോദിക്കും. അപ്പൊ ചോദിക്കും, അബ്ദുള്ള വടക്കാങ്ങര തിരിച്ചു ചോദിക്കുന്നത് കയ്യെന്ന് അറബി കിതാബിലുണ്ടാവുമോ? അത് വേണ്ട. അറബി കിതാബിന് തന്നെ സാധാരണ ശൈലിയുണ്ട്. ഒരു പദത്തിന് പല അർത്ഥം ഉണ്ടാകുമ്പോ ഇവിടെ ഉദ്ദേശിക്കുന്ന അർത്ഥം ഇന്നതാണ് എന്ന് വിശദീകരിക്കും. എത്ര സ്ഥലത്ത് അങ്ങനെ ഉണ്ട്. തഫ്സീറുകളുടെ ഒക്കെ സാധാരണ പണി എന്നതല്ലേ. അധിക തഫ്സീറുകൾ പരിശോധിച്ചാലേക്ക് എന്താ കാണുക? ഒരു പദത്തിന് പല അർത്ഥമുണ്ടെങ്കിൽ അവിടെ കാണിക്കും ഇവിടെ ഏതർത്ഥത്തിനാണ് എന്ന്. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഏത് പറഞ്ഞിക്കാണ്ട് ബിമഅനൽ ജാരിഹത്തി എന്ന് പറഞ്ഞാൽ കയ്യ് തന്നെയാണ് അർത്ഥം ആണ് കേട്ടാ. തിരിയിലെങ്കിൽ ചോദിച്ചു പഠിച്ചോ. യദ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഏതെങ്കിലും ഒരു മുഫസ്സിർ ബിമഅനൽ ജാരിഹ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഈ യദിന്റെ അർത്ഥം കൈ എന്ന് തന്നെയാണ് എന്നാ. മനസ്സിലായോ? കിതാബ് ഓതി പഠിക്കണോ, അപ്പോഴേ തിരിയുള്ളൂ. ആ നേരത്തെ അണ്ടി ഉറക്കാൻ പോയതൊന്നും മനസ്സിലാവില്ല. അത് പോട്ടെ, വെറുതെ നമ്മൾ വിഷയം പറഞ്ഞ് തർക്കിക്കണം. കാര്യം പറയും.
എന്താ കാര്യം? ഈ പറഞ്ഞ ആയത്തിലോ ഹദീസിലോ ഒക്കെ അള്ളാഹുവിലേക്ക് ചേർത്തി പറഞ്ഞ യതുണ്ടല്ലോ, ആ യതിന്റെ അർത്ഥം കൈ എന്നാണ് എന്ന് ഏത് മുഫസ്സിർ പറഞ്ഞു? ആ മുഫസ്സിറിന്റെ പേരാണ് എനിക്ക് കേൾക്കേണ്ടത്. മൈക്കെടുത്തോ. വേറെ കുറെ യതിങ്ങനെ പറഞ്ഞില്ല. അർത്ഥത്തെ കുറിച്ചാണ് സംസാരം, എന്തിനെ കുറിച്ചല്ല? അർത്ഥത്തെ കുറിച്ചാണ് സംസാരം, അല്ലാതെ എന്തിനെ കുറിച്ചല്ല? യദ് എന്ന പദത്തെ കുറിച്ചല്ല. പദം പല സ്ഥലത്തുണ്ട്, അതിന് തർക്കമല്ല. അവിടെ അവരുള്ളത് കുറെ വായിച്ചിട്ട് കാര്യമില്ല. ആ പദത്തിന്റെ അർത്ഥം എന്താണ് എന്നതാണ് എന്റെ ചോദ്യം കേട്ടോ. മൈക്കെടുത്ത് പറയും. ഹലോ ഉസ്താദ്, നിങ്ങൾ എന്താണ് ചോദിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം അറബിയിലുള്ള ഒരാള് മലയാളം പറയില്ല, കൈ എന്ന് മലയാളമാണ്. അതുപോലെ ഇംഗ്ലീഷ് ഹാൻഡ് എന്നുള്ള ഇംഗ്ലീഷാണ്. അപ്പൊ ഇംഗ്ലീഷുകാരെ ഇംഗ്ലീഷ് പറയുള്ളൂ. അതുപോലെ മലയാളത്തിലുള്ള ആളുകളെ മലയാളികളെ മലയാളം പറയുള്ളൂ. ഇക്രിമ റളിയല്ലാഹു അൻഹു അല്ലെങ്കിൽ മുജാഹിദ് അല്ലെങ്കിൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അല്ലെങ്കിൽ മുഫസ്സിരീങ്ങളും തഫ്സീർ തബ്രിയിൽ എഴുതിയ തഫ്സീർ എഴുതിയ തബ്രി ഇമാം, ഇതുപോലുള്ള ഖുർത്തുബി ഇമാം, ഇവരൊന്നും എന്ത് പറയില്ല, മലയാളം പറയില്ല. പിന്നെ ചില ആളുകൾ ഇങ്ങനെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്, ചില പണ്ഡിതന്മാരെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്, അത് മന്യ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ്? അവർ മനസ്സിലാക്കിയത് പിന്നെ ഈ മറ്റു ഭാഷകളിൽ ഇതുപോലെ പിന്നെ കൈക്ക് മറ്റ് അർത്ഥങ്ങളില്ല എന്നായിരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടാവുക. ഇവിടെ മലയാളത്തിലുണ്ട് കൈ എന്ന് പറഞ്ഞാൽ, എനിക്കതിലൊരു കൈ ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് അവയവുണ്ട് എന്നർത്ഥം. എന്താണ് നിങ്ങൾക്കൊക്കെ മനസ്സിലായത്? നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത്? ഇസ്ലാമിനെ കുറിച്ച് എന്താണ് ദീനിനെ കുറിച്ച് മനസ്സിലാക്കിയത്? കൈ എന്ന് പറഞ്ഞ കൈ മലയാളത്തിലും പിന്നെ പല ഇതിനും ഉപയോഗിക്കും. അതിലൊരു കൈയുണ്ട്, അല്ലെങ്കിൽ പിന്നെ അവയവമല്ല നല്ല തമാശ. ഇപ്പൊ ഞാൻ പറഞ്ഞെടുത്ത നിങ്ങളുള്ളത് അല്ലേ? ഇപ്പൊ ഞാൻ പറഞ്ഞെടുത്താണ് നിങ്ങളുള്ളത്. അത് ശരി, പല അർത്ഥത്തിനും വരും അല്ലേ? അപ്പൊ ഓലൊക്കെ അറബിയാളാ ആയിക്കോട്ടെ. അറബി കിതാബില് മയന വിശദീകരിക്കുന്നത് വടക്കാങ്ങര ആയുസ്സുകാലത്ത് ഇതുവരെ കണ്ടിട്ടില്ലേ? അറബി കിതാബില് മയന വിശദീകരിക്കുന്നത് ഒരുപാട് അർത്ഥമുള്ള ഒരു ലഫ്ള് പറയുമ്പോ അവിടെ ഇന്ന അർത്ഥത്തിലാണ് മയന വിശദീകരിക്കുന്നത് കണ്ടിട്ടില്ല അല്ലേ? അതാ പറഞ്ഞ അതിന് ഓതണേ, അപ്പോഴേ കാണൂ. മനസ്സിലായില്ലേ? ഓതി നോക്കി അപ്പൊ കാണും. അതുകൊണ്ടേ വടക്കാങ്ങരക്ക് മറുപടി ഇല്ലെങ്കിൽ പറയും. യദ് എന്നുള്ള പദം അങ്ങനെ എടുത്തിട്ട് പറയല്ല. ഇനി നിങ്ങൾ യദ് എന്നുള്ളതിന് അള്ളാഹ് കൈ എന്ന് അർത്ഥം വെക്കുകയാണെങ്കിൽ 100 ചോദ്യം ഞാൻ ചോദിക്കും. മനസ്സിലായോ? അതല്ല ഇവിടുത്തെ വിഷയം. ഇന്നലത്തെ ചർച്ചയില് എന്താ പറഞ്ഞത്? ജമാല് കൊടുകൊള്ളി പറഞ്ഞ ഗ്രൂപ്പ് ചർച്ചയാണെങ്കിൽ മൈക്ക് എല്ലാവർക്കും കൊടുക്കണം. ഇത് ഗ്രൂപ്പ് ചർച്ച അല്ല കേട്ടോ, ഇത് 1 by 1 ചർച്ചയാണ്. ഇപ്പൊ അബ്ദുള്ള വടക്കാങ്കരയായിട്ടാണ് ചർച്ച. അത് കഴിഞ്ഞാൽ ജമാൽ കൊടുകൊള്ളിക്ക് തരും കേട്ടോ. ഇത് ഈ ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനത്തേലൊക്കെ ഗ്രൂപ്പ് ചർച്ച നടത്തിയിട്ട് വല്ല കാര്യമുണ്ടോ? വല്ല കൊട്ടും പാട്ടൊക്കെയാണെങ്കിൽ നമുക്ക് ഗ്രൂപ്പായിട്ട് ചെയ്യുന്നത്. ഇതിപ്പോ അതൊന്നല്ലല്ലോ, ഇത് വിഷയം പഠിക്കണ്ടേ? അപ്പൊ എന്താ പറഞ്ഞത്? ഇപ്പൊ മനസ്സിലായോ? ഇന്നലെ ഞാന് ഇമാം ഗസാലിയുടെ കിതാബ് എടുത്തിട്ട് വായിച്ചിട്ട് പറഞ്ഞു അല്ലെ? അപ്പൊ മൂപ്പരെന്താ പറഞ്ഞത്? അത് ചില പണ്ഡിതന്മാരല്ലടോ വടക്കാങ്ങരെ, തല ഉണ്ടെങ്കിൽ കേട്ടോ കേട്ടോ, ചില പണ്ഡിതന്മാരല്ല. ഗസാലി ഇമാമ് പറയുന്നത് സലഫുകളുടെ കാഴ്ചപ്പാടാണത് എന്നാ. സലഫുകൾ എന്ന് പറഞ്ഞാൽ ഏതോ ചില പണ്ഡിതന്മാരല്ല, നേരെ സ്വഹാബത്തും താബീങ്ങളുമാണ്. മനസ്സിലായോ? സ്വഹാബത്തിനും താബീങ്ങൾക്കും ഇത്തരം ആയത്തുകൾക്കും ഹദീസുകൾക്കും എങ്ങനെയാണ് അർത്ഥം വെക്കേണ്ടത് എന്ന കാഴ്ചപ്പാടാണ് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ വിശദീകരിച്ചത്. അത് ഗസാലി ഇമാമിന്റെ മാത്രം വിശദീകരണം അല്ല. ഞാൻ തന്നെ പറഞ്ഞു, നബി ഇമാം അങ്ങനെയാണ് പറഞ്ഞത്, ഇബ്നു ഹജർ തങ്ങൾ അങ്ങനെയാണ്. അതായത് ഞാൻ പറഞ്ഞത് മനസ്സിലായിക്കോ, അതായത് ഈ പദത്തിന് എന്ത് അർത്ഥം വെക്കണം എന്ന ചർച്ച ചെയ്യുന്നിടത്ത് പണ്ഡിതന്മാർ എന്താ പറഞ്ഞത്? എന്റെ ചോദ്യം അതാണ്. എന്റെ ചോദ്യം പിന്നെ ഇവിടെ കുറെ സാധാരണക്കാരിക്കുന്നുണ്ട്, ഓരേക്കാളും നിലവാരം അബ്ദുള്ള വടക്കാങ്ങര താഴെഴുത്. കാരണം നിങ്ങൾ ചിലപ്പോൾ അറബികളൊക്കെ പറയുന്നുണ്ടല്ലോ, ചില ഇബാറത്തൊക്കെ ഇങ്ങനെ വായിക്കുന്നുണ്ടല്ലോ. അപ്പൊ ആൾക്കാർക്ക് തോന്നുന്നു നിങ്ങൾക്ക് വിവരമുണ്ട്. ഇവിടെ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന ഭാഷകളാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞത് ചർച്ച 2 എണ്ണ. ഒന്ന് പദം എന്ത്, രണ്ടാമത്തെ ചർച്ച അർത്ഥം എന്ത്. സുഹൃത്തുക്കൾ നിങ്ങൾക്ക് മനസ്സിലാവണോ ഞാൻ പറഞ്ഞത്? ഇത് വടക്കാങ്ങരന്റെ മാത്രം സുക്കടാണോ അതോ ഞാൻ പറഞ്ഞത് മനസ്സിലാകാത്തോണ്ടാണോ എന്ന് മനസ്സിലാക്കണല്ലോ. അതെ, ഇവിടെ 2 ചർച്ചയാണ്. ഒന്ന് പദം എന്ത്, അത് തീരുമാനമായി കഴിഞ്ഞു, അതിനെപ്പറ്റി ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. പദം എന്ത് എന്ന് യദ് എന്ന പദം ആയത്തിലും ഹദീസിലും അള്ളാഹുവിലേക്ക് ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പദത്തെ പറ്റി ഇനി ചർച്ചയില്ല. ഇനി എന്താ ചർച്ച? ഈ പദത്തിന്റെ അർത്ഥം എന്ത്, അതാ ചർച്ച. ഈ പദത്തിന്റെ അർത്ഥം എന്ത് എന്ന് പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടില്ല എന്നാണോ നിങ്ങൾ പറഞ്ഞത്? ഡസൻ കണക്കിന് പണ്ഡിതന്മാർ ചർച്ച ചെയ്ത് ഞാൻ കാണിച്ചു തരാം. അത് ശരി, കിട്ടൂലെങ്കിൽ എന്നിട്ട് പറഞ്ഞാൽ പോരെ. ഡസൻ കണക്കിന് പണ്ഡിതന്മാര്
ആ യത് എന്ന പദത്തിന്റെ അർത്ഥം ചർച്ച ചെയ്തത് ഞാൻ കാണിച്ചു തരാം, നിങ്ങൾക്കറിയില്ലെങ്കിൽ. അപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളത് പറയണം. അർത്ഥത്തെക്കുറിച്ച് പണ്ഡിതന്മാർ എന്ത് പറഞ്ഞു, എന്റെ ചോദ്യം അതാണ്. അപ്പൊ ഇനി വടക്കാങ്ങാൻ എടുത്തിട്ട് വായിക്കും ബിയദൈഹി എന്നുണ്ട്, അത് പദമാണ്, പദത്തെ പറ്റിയല്ല ചോദ്യം, അർത്ഥത്തെ പറ്റിയാണ്. അർത്ഥത്തെ പറ്റി പണ്ഡിതന്മാർ എന്ത് പറഞ്ഞു, അതാണ് എന്റെ ചോദ്യം. ഒരു തവണ കൂടി ഇന്നലെ മുതലേ ഞാൻ ഇതിനകത്ത് വടക്കാങ്ങർക്ക് മൈക്കിരുന്നുണ്ട്, പറഞ്ഞിട്ടില്ല. അവസാനം ആളുകളെ കബളിപ്പിക്കാൻ വേണ്ടി എന്താക്കി, ലഹാക്ക്, മുജാഹിദ്, ഇക്രിമ എന്ന് 3 മഹാന്മാരെ പേരിവിടെ പച്ച നോണ അടിച്ചിട്ട് അബ്ദുള്ള വടക്കാങ്ങര സലാമത്തായതാണ്. ആ വടക്കാങ്ങരയാണ് ഇന്നും തിരിച്ചു വന്നിട്ടുള്ളത്. അതുകൊണ്ട് വടക്കാങ്ങരനോട് ഞാൻ ചോദിക്കുകയാണ്, ഇന്നും നിങ്ങൾക്ക് പറയാനാണ് ഇനി മൈക്ക് തരുന്നത്. ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, പറയേണ്ടത് യത് എന്ന പദം ഉണ്ടോ ഇല്ലയോ എന്നതല്ല, അത് ചർച്ച തീരുമാനമായി കഴിഞ്ഞു. പദമുണ്ട്, പദത്തെ പറ്റിയല്ല ചർച്ച, ആ പദത്തിന്റെ അർത്ഥം എന്താണ് എന്നതിനെ കുറിച്ചാണ്. അർത്ഥത്തെ കുറിച്ച് എന്താണ് മുഫസ്സിറുകളോ മറ്റു മുഹദ്ദിസീങ്ങളോ ആരെങ്കിലും പറഞ്ഞിട്ടുള്ളത്? അതെന്റെ ചോദ്യം. അർത്ഥത്തെ പറ്റി സംസാരിക്കൂ, പദത്തെ പറ്റി സംസാരിക്കണ്ട. മൈക്കെടുത്തോളൂ. പടച്ചോൻ അർത്ഥത്തെ കുറിച്ച് സംസാരിക്കാന്ന് പറഞ്ഞാൽ ആര് പറഞ്ഞതിനെ കുറിച്ചാ പറയണ്ടേ? ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു, അല്ല മലയാളികൾ പറഞ്ഞു, മലയാളികളായ പണ്ഡിതന്മാരെ കുറിച്ചാ പറയണ്ടേ? ഇവിടെ ഇക്രിമയും മുജാഹിദ് ഇവരൊന്നും ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പിന്നെ ഇവരൊന്നും എന്തായിരുന്നില്ല, അറബികളായിരുന്നു. അവർക്ക് മലയാളികളല്ല, അവർ അനർബികളല്ല. അവരെ അർത്ഥം പറയുന്നത് മറ്റേ ഭാഷയിലെ അർത്ഥമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ പിന്നെ പ്രശ്നമാണ്. ഇനി പിന്നെ ഇതിന്റെ വിശദീകരണം എന്താണ് തബ്രി ഇമാം പറഞ്ഞത്? യുഖ്ബിറു തആല ദിക്റു ബിദാലിക അന്നഹു ഖലഖ ആദം ബിയദൈഹി, അത് തന്നെ. അപ്പൊ പിന്നെ ഇരു കരങ്ങളാണ്, മലയാളത്തിൽ പറഞ്ഞാൽ ഇരു കരങ്ങൾ സൃഷ്ടിച്ചു എന്ന് പറയുന്നില്ലേ, അല്ല അതിന്റെ ഒക്കെ അർത്ഥം പറയുന്നില്ലേ? പിന്നെ ഇതിന്റെ മാത്രം അർത്ഥം പറയാതിരിക്കുമ്പോൾ ഈ പിന്നെ രണ്ട് ജതുകൾ കൊണ്ട് എന്ന് പറയേ, അർത്ഥം പറയുന്ന ഒരാള്, മലയാളത്തിൽ അർത്ഥം പറയുന്ന ഒരാള് എന്താണ് ഇതിന് പറയേണ്ടത്? 2 കരങ്ങൾ, 2 പിന്നെ യതുകൾ കൊണ്ട്. അപ്പൊ ഇവിടെ യത് എന്ന് പറഞ്ഞാൽ മനസ്സിലാവൂല. അപ്പൊ യത് എന്ന് പറയുന്നത് പിന്നെ കൈ എന്ന് പറഞ്ഞാൽ പല അർത്ഥത്തിലും മലയാളത്തിൽ ഉപയോഗിക്കും. അറബികൾക്ക് നിങ്ങൾ കൈ എന്ന് പറയേണ്ട ആവശ്യമില്ല, അവർക്ക് യദ് എന്ന് പറഞ്ഞാൽ തന്നെ അവർക്ക് മനസ്സിലായി. അറബി അറിയുന്ന ഒരാൾക്ക് എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾ കൈ കൊണ്ട് സൃഷ്ടിച്ചു എന്ന്, ഇരു കരങ്ങൾ കൊണ്ട് സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ഒരറബിക്ക് അന്നഹു ഖലഖ ആദം ബിയദൈഹി എന്ന് പറഞ്ഞാൽ മനസ്സിലായി. അറബി അറിയുന്ന ഒരാൾക്കും ഏതൊരാൾക്കും. അപ്പോ പിന്നെ അവിടെ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് പിന്നെ അതിന് ഹസർ കൊണ്ടുവന്നു. ഒന്നല്ല, ഒരു കാര്യം, ഒന്നിന് ആദം നബിയെ മാത്രമല്ല സൃഷ്ടിച്ചത്. അതാരാണ്? മുജാഹിദിൽ നിന്ന് യുഹദ്ദിസു അൻ ഇബ്നു ഉമർ, ഇബ്നു ഉമറിൽ നിന്ന് ഉദ്ധരിക്കുകയാണ് മുജാഹിദ്. അപ്പൊ മുജാഹിദുമായി ഇബ്നു ഉമറുമായി ഖലഖല്ലാഹു. ഈ ചെങ്ങായിക്കൊക്കെ എന്നാ റബ്ബിനെ കുറച്ച് അന്തം വെക്കുക. എന്താ ചെയ്യ? ഇപ്പോഴും പറഞ്ഞണ്ട യത് എന്നുള്ള പദം അങ്ങനെ വായിക്കുന്നിട്ട് ചോദിക്കാണ് പോലെ അറബിയാളല്ലേ, അറബിയാക്ക് പിന്നെ അർത്ഥം വെക്കാൻ കിട്ടുമെന്ന്. എന്റെ ചെങ്ങാതി എവിടുന്നാണ് നിങ്ങളൊക്കെ വരുന്നത്? കേട്ടോ, അറബിയാൾ അർത്ഥം വെക്കണ കോലം കേട്ടോ. ചെറിയൊരു സൂറത്തിന് അറബിയാൾ അർത്ഥം വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. അറബിയാക്ക് പിന്നെ അർത്ഥം വെക്കാൻ കിട്ടുമെന്ന് ചോദിക്കണം. ഇവിടെ അങ്ങനെ അന്തം പറഞ്ഞ സാധനം അടുത്തു കൂടി പോയിക്കണെങ്കിൽ ഇത്ര ബുദ്ധിമുട്ടുണ്ടാവില്ലേനു. നോക്കോ, അറബിയാൾ അർത്ഥം വെക്കണം ഞാൻ കാണിച്ചു തരാം കേട്ടോ. എത്ര സ്ഥലത്തുണ്ട്? ഉദാഹരണം നോക്ക്. ഇതാ നമ്മള് തബ്ബത്തിയത് അബീ ലഹബ് എന്നുള്ള സൂറത്ത് കേട്ടോ. ഞാൻ ഒറ്റ ഉദാഹരണം പറഞ്ഞുതരാം. എത്ര സ്ഥലത്തുണ്ട് അറബികൾ അർത്ഥം വെക്കണ പറഞ്ഞ, അറബികൾ അറബിയിൽ അർത്ഥം വെക്കണത് കേട്ടോ. തഫ്സീർ ഇബ്നു കസീർ മലയാളത്തിലല്ല അർത്ഥം വെക്കണത്. ആ സൂറത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, ഫീ ജീദിഹാ, ജീദ് എന്നൊരു അറബി പദം. ആ അറബി പദത്തിന് ഇബ്നു കസീർ അർത്ഥം വെക്കണ് ഐ ഫീ ഉനുഖിഹാൻ. അങ്ങനെയാണ് അറബികള് അറബിക്ക് അർത്ഥം വെക്കല്. വടക്കാങ്ങർക്ക് തിരിയുണ്ടോ? വടക്കാങ്ങർക്ക് തിരിയുണ്ടോ? അത് അർത്ഥല്ല അല്ലേ? അത് അർത്ഥല്ല, അത് വിശദീകരണം. ആയിക്കോട്ടെ, എന്നാ ഞാൻ പേര് മാറ്റി തന്നെ. നിങ്ങൾ അർത്ഥം പറയണ വിശദീകരണം പറഞ്ഞാൽ മതി. ഓ സമാധാനായി. ഓ ഇപ്പൊ എനിക്ക് ചെറിയൊരു പിടുത്തം കിട്ടി. അത് അർത്ഥം എന്ന് പറയുമ്പോഴാണ് അബ്ദുള്ള വടക്കാങ്ങര ഇല്ല എന്ന് പറയാ. അതുകൊണ്ട് അബ്ദുള്ള വടക്കാങ്ങര അർത്ഥം പറയില്ല, വിശദീകരണം പറഞ്ഞാൽ മതി. അതായത് യത് എന്ന പദത്തിന്റെ വിശദീകരണം കൈ എന്നാണ് എന്ന് ആര് പറഞ്ഞു? ആയിക്കോട്ടെ, നീ കൈയാക്കണ്ട, എന്ത് വിശദീകരണം പറഞ്ഞാൽ മതി. യത് എന്നുള്ള പദത്തിന് ഒരു വിശദീകരണം പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. ആ വിശദീകരണം യദിനെ യതുകൊണ്ട് തന്നെ വിശദീകരിക്കരുത്. ഇപ്പൊ ജീദിനെ ഐ ഫി ജീദി എന്നാ വിശദീകരിച്ച് അല്ല, ജീദിന് മൊഴിമാറ്റം നടത്തിയിട്ട് ഐ ഫി ഉനുഖിഹ, ജീദിന് ഒഴുക്ക് നർത്തം വെച്ച് ഉണ്ടോ? ജീദിന് ഒഴുക്ക് നർത്തം വെച്ച് അതെന്താ?
അങ്ങനെയാണ് അന്ന് പറഞ്ഞതുപോലെ യദ് എന്നതിന് വേറെ ഒരു പദം വെച്ചിട്ട് ഏത് മുഫസ്സിർ പ്രയോഗിച്ചു, ഏത് മുഫസ്സിർ വിശദീകരിച്ചു. അബ്ദുള്ള വടക്കാങ്ങർക്ക് അർത്ഥം എന്ന് കേൾക്കുമ്പോൾ ചെറിയൊരു തലറക്കാണ് കേട്ടോ. അബ്ദുള്ള വടക്കാങ്ങർക്ക് അർത്ഥം എന്ന് കേൾക്കുമ്പോ പിന്നെ ജമാല് കൊടുവള്ളി അത് മൊഴിമാറ്റമല്ല ഉസ്താദെ, നിങ്ങൾക്ക് മൊഴി അറിയില്ല, മാറ്റും അറിയില്ല, നിങ്ങൾ മൊഴി ചൊല്ലുക എന്നൊക്കെ കേട്ട് കാണണം കേട്ടോ. അതുകൊണ്ടാണ്. പിന്നെ വേറൊന്നുണ്ട്, ഇന്നലെ നിങ്ങൾ ഇക്രിമ എന്ന് പറഞ്ഞപ്പോ ഇക്രിമ സ്വഹാബിയാണെന്നൊക്കെ അടിച്ചു പോയ ആളിൽ നിങ്ങൾ ഞാൻ കാണുന്നുണ്ട്, കാണായിട്ടല്ല കേട്ടോ. പക്ഷെ നമ്മളിപ്പോ വടക്കാങ്ങരട്ടല്ലോ ഇവിടെ, അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കരുത്, നിങ്ങൾ നമ്മൾ പരിഗണിക്കുന്നുണ്ട് കേട്ടോ. അത് പോട്ടെ, അതൊക്കെ നമുക്ക് മനസ്സിലാക്കിയിട്ടല്ല. അപ്പൊ വടക്കാങ്കരനായിട്ടുള്ളതാണ് തീർക്കട്ടെ, എന്നിട്ട് വേണം നിങ്ങളെ ഒപ്പം കൂടാനും. അപ്പൊ വടക്കാങ്കര ഇത് പറയും ഏതാ ഞാൻ ചോദിച്ചാൽ എന്താ, നിങ്ങള് അർത്ഥം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വിഷമിക്കണ്ട, വിശദീകരണം ഏത് മുഫസ്സിർ പറഞ്ഞു. ഇനി യദ് എന്ന പദത്തെ വിശദീകരിക്കേണ്ടത് യദ് എന്ന പദം കൊണ്ട് തന്നെ അല്ല. ജീദ് എന്ന പദത്തെ വിശദീകരിച്ചത് ജീദ് എന്ന പദം കൊണ്ടല്ല, ഉനുക്ക് എന്ന പദം കൊണ്ടാണ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടോ? ഐന് എന്ന പദത്തെ മുഫസ്സിരീങ്ങൾ പലപ്പോഴും വിശദീകരിക്കാറുള്ളത് ബാസിറ എന്ന പദം കൊണ്ടാണ്. എന്താ ചെയ്യ, ഓരോന്നില്ലേ, ഓരോന്നിനും ഓരോന്നുണ്ടാവും. അങ്ങനെ അറബികളായ മുഫസ്സിറുകൾ തന്നെ, അല്ലെങ്കിൽ അറബിയിൽ തഫ്സീർ എഴുതിയ മുഫസ്സിറുകൾ തന്നെ അറബിയിലുള്ള പരിശുദ്ധ ഖുർആനിന്റെ വാക്കുകളെ അറബിയിൽ തന്നെ വിശദീകരിക്കുന്നത് കാണാം. അതുപോലെ മലയാളികളല്ലല്ലോ എന്ന് മലയാളത്തിൽ പറയും, അത് വേണ്ട എന്നതുപോലെ യദ് എന്ന പദത്തിന്റെ അർത്ഥം മുഫസ്സിറുകൾ വിശദീകരിച്ചത് അബ്ദുള്ള വടക്കാങ്ങർ ഒന്ന് വായിക്കോ. അതായത് യദിനെ കൊണ്ട് തന്നെ വിശദീകരിച്ചല്ല കേട്ടോ, യദിന് യദ് തന്നെ എഴുതിയാൽ അത് വിശദീകരണമാവില്ല. യദ് എന്ന പദത്തിനെ മുഫസ്സിരീങ്ങൾ വിശദീകരിച്ചത് അബ്ദുള്ള വടക്കാങ്ങർക്ക് ഒന്ന് വായിക്കാൻ കഴിയോ? എന്റെ ചോദ്യമാണ്, കഴിയുമെന്ന് നെസ്റ്റടിക്ക്. ഇനിയിപ്പോ അതിന് യദന്നെ വായിക്കരുത്, ദയവ് ചെയ്തിട്ട് യദുള്ളത് വായിക്കണ്ട, വേറെ ഏതെങ്കിലും വിശദീകരണം ഉണ്ടെന്ന് വേഗം മറച്ചു നോക്കിക്കോളൂ. യദിനെ യദുകൊണ്ട് തന്നെ വിശദീകരിച്ചാൽ അതാവൂലല്ലോ, നമ്മളെ തർക്കത്തിൽ തീരുമാനാവൂല. അതുകൊണ്ട് യദിനെ യദുകൊണ്ട് വിശദീകരിച്ച് ഇസ്തിവാ അല്ല, കാരണം ഇസ്തിവാമൊക്കെ പോയി അപ്പോഴേക്കിന് ഇവിടുന്ന് ചാടിയില്ലേ, ഏതാണ്ട് കയ്യേട്ടുന്നതാ ഇസ്തിവാ കേട്ടോ. വടക്കാങ്ങനെ ചാടുന്നുണ്ടോ? യദ് കഴിഞ്ഞപ്പോ ഇസ്തിവാമൊക്കെ ഏതാണ്ട് തീരട്ടെ, എന്നിട്ടാണ് ഇസ്തിവാ. എന്റെ ചോദ്യത്തിന് മറുപടി ഉണ്ടെങ്കിൽ പറയും, ഏത് മുഫസ്സിറാണ് യദ് എന്നതിന് സെയിം അല്ല ഇത് തീരുമാനാക്കുന്നതല്ലേ? സെയിം നോണയും പറഞ്ഞു വരുന്നത്, എന്ത് സെയിം? ഏതിന്റെ തീരുമാനാക്ക്, ഇതുവരെ ചർച്ച നടന്നാതാ, അടുത്ത് തീരുമാനാക്ക്. ഏത് മുഫസ്സിറാണ് വിശദീകരിച്ചിട്ടുള്ളത് അതൊന്ന് പറയും. മൈക്കെടുത്ത് അതിനാട്ടോ മൈക്കരുന്ന്, വേറെ എന്തെങ്കിലും പറഞ്ഞാൽ മൈക്ക് വാങ്ങും. ഇത് പറയും, മൈക്കെടുത്തു. ഞാൻ ഇതുവരെ വായിച്ച ആ വിശദീകരണമാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പിന്നെ ബാക്കി നോക്കാൻ സമയം കിട്ടിയിട്ടില്ല, പിന്നെ നോക്കിയിട്ട് പറയാം. പക്ഷെ ഇസ്തിവാനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇസ്തിവാ എന്നതിന് എന്താക്കാൻ പറ്റില്ല, പിന്നെ സമയം തികച്ച് കിട്ടുമ്പോൾ വന്നാ മതി കേട്ടോ. അവിടെ ഇവിടെ 4 കണ്ടം വായിച്ചിട്ട് കൊണ്ട് വരും. എന്നിട്ട് പറയും ബാക്കിക്ക് സമയം കിട്ടിയില്ല, എന്നാൽ ഇസ്തിവാ അവിടെ നിൽക്കട്ടെ, ഏത് തീരുമാനാക്കിയിട്ട് ഇസ്തിവാ നമുക്കാണ് പോകാം. ഇനി ഒരു നോണിയും പറഞ്ഞാണ് ഇസ്തിവാവ് കൊണ്ട് വരുന്നുണ്ട്. എനിക്ക് മനസ്സിലായിട്ട് എന്തിനാ ഇസ്തിവാവ് കൊണ്ടുവന്നത്, ഏതതിനിടയിൽ കൂടി എല്ലാം മറക്കാനല്ലേ. ഞങ്ങൾക്കാർക്കും അരണന്റെ ബുദ്ധിയല്ല, മനസ്സിലായോ? അത് മനസ്സിലാക്കിയാൽ മതി. അതുകൊണ്ട് ഇസ്തിവാ അവിടെ നിൽക്കട്ടെ. ഇന്ന് നാളെ ചെയ്യാമെന്നാളൊന്നല്ലല്ലോ, ഇൻഷാ അല്ലാഹ് നമുക്ക് നാളും ചർച്ച ചെയ്യാം, അള്ളാഹിന്റെ വിധി ഉണ്ടെങ്കിൽ കേട്ടോ. അതുകൊണ്ട് ഞാൻ പറയണത് ഏത് തീരുമാനാകട്ടെ. ഇന്നലെ ഒരു പച്ച നുണ പറഞ്ഞ് മുങ്ങിയതാണല്ലോ ഇവിടുന്ന് അല്ലെ, ഇക്രിമയും ലഹാക്കും മുജാഹിദും പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു പച്ച നുണ പറഞ്ഞു മുങ്ങിയതാണല്ലോ ഇന്നലെ ഇവിടുന്ന്. അത് നുണയാണ്, ജനങ്ങളെ മുമ്പിൽ തെളിയിക്കേണ്ട ബാധ്യത ഞങ്ങൾക്കുണ്ട്. നുണയാണ്, ഞങ്ങൾ തെളിയിച്ചു. ഇപ്പൊ നുണയാണെന്നുള്ള സ്റ്റാൻഡിലാണ് നിൽക്കണത്. അല്ല, അത് സത്യമാണോ അല്ലേ? ഇനി അത് സത്യമാണെങ്കിൽ അത് വിശദീകരിക്കേണ്ടത് വടക്കാങ്ങരയാണ്. അതിന് ഒറ്റ കാര്യമാണ് വേണ്ടത്. എന്റെ ചോദ്യതയായിരുന്നു, യദ് എന്നതിന് കൈ എന്നാണ് അർത്ഥം എന്ന് ആര് പറഞ്ഞു? എന്റെ ചോദ്യതയായിരുന്നു. അപ്പൊ നിങ്ങൾ പറഞ്ഞത് കൈ എന്ന് പറഞ്ഞാൽ മലയാളമല്ലേ, അത് മുഫസ്സിരീങ്ങളൊന്നും അങ്ങനെ പറയല്ല. ആയിക്കോട്ടെ, മാണ്ട, അറബിയിൽ തന്നെ വിശദീകരിച്ച് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ മുഫസ്സിരീങ്ങള്. അങ്ങനെ വിശദീകരിച്ചതുണ്ടെങ്കിൽ അത് മതി. അതാണ് എന്റെ ചോദ്യം. അങ്ങനെ വിശദീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് മതി. പക്ഷെ എന്റെ ഡിമാൻഡ് ഒന്നേ ഉള്ളൂ, യദ് എന്ന പദത്തിനെ വിശദീകരിക്കാൻ യദ് എന്ന പദം തന്നെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ വേണ്ട. അതുകൊണ്ട് അർത്ഥം തീരുമാനാവില്ല, പദം തീരുമാനാവുള്ളൂ. അതുകൊണ്ട് എത്രയോ സ്ഥലത്ത് ഞാൻ കാണിച്ചു. ഞാൻ ഒരു ഉദാഹരണം നേരത്തെ പറഞ്ഞു, ജീദ് എന്ന പദത്തെ ഉനുക്ക് എന്ന പദം കൊണ്ട്
അങ്ങനത്തെ ഒരു 4-5 ഉദാഹരണം സക്കീസ്താൻ ഇൻഷാല്ലാ പഠിച്ചു തരും. ഏത് തഫ്സീർ ഇങ്ങനെയാണ് മറച്ചു നോക്കിയാൽ കാണാം. ഒരു അറബി പദത്തെ മുഫസ്സിരിങ്ങൾ വിശദീകരിക്കണം വേറൊരു പദം കൊണ്ട്, അറബി പദം കൊണ്ടാണ് വിശദീകരിക്കണത് അല്ലേ? എന്നതുപോലെ യദിനെ മറ്റൊരു പദം കൊണ്ട് വിശദീകരിച്ചതെന്ന് ഒന്ന് പറയും. വജ്ഹിനെ വിശദീകരിച്ചിട്ടുണ്ട് അല്ലെ? നമ്മളെ എന്താ അറിയോ ഈ തർക്കമുള്ളത് കണ്ടാച്ചിട്ടാ. വജ്ഹും യദും ഒക്കെ തന്നെ മുഫസ്സിരിങ്ങൾ വിശദീകരിച്ച വേറെ അർത്ഥമുണ്ട്. അത് നമ്മളിനി പിന്നെ വടക്കാങ്ങന്റെ ചോദ്യത്തിന് മറുപടി പറയാൻ മാറ്റിച്ചതാണ് അതൊക്കെ. വടക്കാങ്ങർ ഒന്നും കൂടി ചോദിക്കട്ടെ. യദ് എന്നതിന് കൈ എന്നല്ല എന്നർത്ഥം ആര് പറഞ്ഞു? ഇൻഷാ അല്ലാഹ് ഇഷ്ടം പോലെ ഞാൻ കാണിച്ചു തരാം കേട്ടോ, ഇഷ്ടം പോലെ ഞാൻ കാണിച്ചു തരാം. അതുകൊണ്ട് മുഫസ്സിറുകൾ വിശദീകരിച്ചത് ഞാൻ ഇന്നലെ വായിച്ചു കണ്ടോ. ഇന്നലെയും ഞാൻ പറഞ്ഞു. ഏത് ഇന്നലെ ഞാൻ ഒരു കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞത് കേട്ടോ? ഇന്നലെ ഞാൻ പറഞ്ഞൊരു വിഷയമുണ്ട്. അതെന്താ? യദ് എന്ന പദത്തിന് കൈ എന്ന അർത്ഥമില്ല. ഒന്ന്. ഇസ്തവ എന്ന പദത്തിന് പിന്നെ എന്തായി അള്ളാഹു അർശിന്റെ മേൽ ഇരുന്നു എന്ന അർത്ഥം പറയാൻ പാടില്ല. നസല എന്ന പദത്തിന് ഇറങ്ങി വന്ന് എന്നർത്ഥം പറയാൻ പാടില്ല. ഇതൊക്കെ ആര് പറഞ്ഞു എന്ന് ചോദിച്ചപ്പോ ഞാൻ അതിന് മറുപടി പറഞ്ഞു, ഇതൊക്കെ മുസ്ലിം ലോകത്ത് ഇജ്മാഉള്ള വിഷയങ്ങളാണ് എന്ന് നേവി ഇമാം ശറഹ് മുസ്ലിമിൽ പറഞ്ഞിട്ടുണ്ട്. വടക്കാങ്ങര മിണ്ടുന്നുണ്ടോ? അതായത് പദത്തെ പറ്റിയുള്ള ചർച്ചയിലല്ല വിഷയം, അർത്ഥത്തെ പറ്റിയുള്ള ചർച്ചയിലാണ്. അർത്ഥത്തെ പറ്റിയുള്ള ചർച്ചയിൽ ബഹുമാനപ്പെട്ട നേവി ഇമാം പറഞ്ഞ എന്താണ്? ഒന്ന്, ലാഹിറുമായ ഉദ്ദേശമല്ല. ലാഹിറുമായ പ്രത്യക്ഷാർത്ഥം. യദ് എന്ന പദത്തിന്റെ പ്രത്യക്ഷാർത്ഥം കൈനായിരിക്കാം. അത് മുറാദല്ല, അത് ഉദ്ദേശമല്ല. എന്നിട്ട് പറഞ്ഞു ആ അർത്ഥം വെക്കാൻ പാടില്ല എന്ന വിഷയത്തിൽ മുസ്ലിം ഉമ്മത്തിന് ഇജ്മാ ഉണ്ട്. ഇജ്മാ എന്ന് പറഞ്ഞാൽ ഏകകണ്ഠമായ അഭിപ്രായ വ്യത്യാസമേ ഇല്ല കേട്ടോ. അപ്പൊ നേവി ഇമാം പറഞ്ഞത് അബ്ദുള്ള പറയുന്നത് പോലത്തെ അഭിപ്രായം അബ്ദുള്ളക്ക് മാത്രമേ ഉള്ളൂ, മുസ്ലിം ലോകത്ത് അങ്ങനത്തെ ഒരു അഭിപ്രായം തന്നെ അല്ല. നേവി ഇമാം അങ്ങനെയാണ് പറഞ്ഞത്, ഇമാം ഗസാലി അങ്ങനെയാണ് പറഞ്ഞത്, ഇബ്ൻ ഹജർ തങ്ങൾ അങ്ങനെയാണ് പറഞ്ഞത്, ഇമാം റാസി അങ്ങനെയാണ് പറഞ്ഞത്. 4 പ്രഗത്ഭരായ ആളുകളുടെ പേര് ഞാൻ പറഞ്ഞു. മനസ്സിലായോ? ഗസാലി ഇമാമിന്റെ ഇബാറത്ത് നില ഞാൻ വായിച്ചു കേൾപ്പിച്ചു. ഇനി നേവി ഇമാമിന്റെ ഇബാറത്ത് നിങ്ങൾക്ക് വേണോ? ഞാൻ വായിച്ചു കേൾപ്പിച്ചു തരും. ഇബ്ൻ ഹജർ തങ്ങളുടെ ഇബാറത്ത് വേണോ? വായിച്ചു കേൾപ്പിച്ചു തരും. നിങ്ങൾക്ക് അങ്ങനെ ഒന്ന് പറയാൻ സഹിച്ചോ? ഒറ്റ ഒന്ന് നിങ്ങളെ സ്വന്തം വക അങ്ങനെ അർത്ഥം വെക്കുക എന്നല്ലാതെ. അതാ ഞാൻ പറഞ്ഞത്, എന്ത് വിവരം ഉണ്ടെങ്കിൽ ഏതാർത്ഥത്തിൽ വടക്കാങ്ങര ഏത് എന്ന് പറഞ്ഞതിന് പിന്നെ കൈ എന്നാണ് അർത്ഥം എന്നുള്ളതിന് ഏതാർത്ഥത്തിൽ വടക്കാങ്ങര പറഞ്ഞു. പിന്നെ കണ്ട നോണടിക്കണി ചങ്ങാതി, ഈ പാതിരാ സമയത്ത് പച്ച നോണ പറഞ്ഞതിൽ ഒരു ഉളുപ്പില്ലല്ലോ റബ്ബേ. വടക്കാങ്ങര നിങ്ങൾ ഒന്ന് പറഞ്ഞോന്ന് വെച്ചാൽ ഏത് വരെ കൈയാണ് അർത്ഥം എന്നുള്ളത് ഒന്ന് നിങ്ങൾ പറഞ്ഞോ? ഒരാളെ പറഞ്ഞോ? ഈ ഭാരത്ത് ഞാൻ വായിച്ചൊരു ആദ്യത്തെ തീരുമാനിക്കുക. അത് ശരിയാ. നിന്നോട് ഇങ്ങോട്ടാ പറഞ്ഞല്ലേ? ഒന്നൊക്കെ പറയും, ഒന്നൊക്കെ പറയും. അങ്ങനാണ്ട് വിട്ട കിബറായിട്ട് നടന്നാൽ പറ്റൂല വടക്കാങ്ങരെ. ഒന്നായിട്ട് പറയും. ഒന്നിരിക്കൽ എന്ത് പറയാ? ഇപ്പൊ പിന്നെ ഏത് എന്നുള്ളതിന്റെ മുഫസ്സിരിങ്ങൾ വിശദീകരിച്ച വിശദീകരണം വായിക്കുക. ഏത് എന്ന പദം കൊണ്ടല്ലാതെ വിശദീകരിച്ച വായിക്കുക. അല്ലെങ്കിൽ എന്താക്കുക? എനിക്കത് അറിയില്ല എന്ന് പറഞ്ഞിട്ട് സമ്മതിക്കുക. രണ്ടാലൊന്ന് പറയും. അറിയില്ല എന്ന് പറഞ്ഞാൽ സമ്മതിച്ചോ? നേവി ഇമാമിന്റെ ഈ വാർത്ത ഞാൻ വായിച്ചിരും കേട്ടോ. നേവി ഇമാമിന്റെ വാർത്ത ഞാൻ വായിച്ചിരും ഇൻഷാ അല്ലാഹ്. ഇവര് നമ്മുടെ വാർത്ത ഞാൻ വായിച്ചിരും. എല്ലാം വായിച്ചിരും. അതിൽ തിരക്കൂട്ടണ്ട കേട്ടോ. ഈ ഷറഹ് മുസ്ലിം ഒക്കെ ഒന്ന് എടുത്തു നോക്കിയാൽ മതി, അപ്പൊ തന്നെ തിരിയും. ഓക്കെ. അതുകൊണ്ട് വടക്കാങ്ങര വേണമെങ്കിൽ മൈക്ക് എടുത്തെടുത്തെന്ന് പറഞ്ഞോ. ഇനി വെറുതെ അതും പറഞ്ഞ സമയം കളയരുത് കേട്ടോ. മൈക്ക് എടുത്തിട്ട് എന്താക്കുക? യദ് എന്ന പദത്തിന് മുഫസ്സിരിങ്ങൾ വിശദീകരിച്ച ആ വിശദീകരണം ഒന്ന് വായിക്കുക. മൈക്ക് എടുത്തോളൂ. ഇജ്മാഉള്ള കാര്യം ഇമാം ദഹബി തന്റെ അൽ ഉലുവ് ലിൽ അലിയിൽ ഗഫാർ എന്ന കിതാബിൽ പറയുന്നു. വഖദ് അജ്മഅ സഹാബ വത്താബിഊന ലഹും ബിഇഹ്സാനിൻ, സഹാബത്തും താബിഈങ്ങളും പിന്നെ ഏകോപിച്ചിരിക്കുന്നു. വൈമത്ത് അഹ്ലുസുന്ന, അഹ്ലുസുന്നയുടെ ഇമാമുകളും അലാ അന്നല്ലാഹ തആല ഫൗക സമാവാതി അൽ അർശി, അല്ലാഹു ആകാശത്തിന്റെ മീതെ അവന്റെ അർശിന്റെ മേൽ ആകുന്നു എന്ന്. അന്നല്ലാഹ തആല ഫൗക സമാവാതി അൽ അർശി, ഈ കാര്യം എല്ലാവരും ഏകോപിച്ച കാര്യമാണ്. വ കലാമുഹും മംലൂഉൻ ബിദാലിക, അവരുടെ സംസാരം അതിൽ നിറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹു എവിടെയാണ്? ഫൗക സമാവാതി അല അർശിഹി, അർശിന്റെ മുകളിൽ, ആകാശത്തിന് മുകളിൽ, അർശിന്റെ മുകളിലാണ്. വ കലാമും മംലൂഉൻ ബിദാലിക,
നസ്സൻ വലാഹിറ, നസ്സിലും ലാഹിറിലും അത് അറിഞ്ഞിരിക്കുന്നു. ഖാല ഔസാഇ റഹിമഹുല്ലാ കുന്ന താബിഉൻ മുതവാഫിറുൻ നഖൂൽ ഇന്നല്ലാഹ തആല ദിക്റുഹു ഫൗക അർശിഹി വനുഅ്മിനു ബിമാ ജാഅത് ബിഹി സുന്ന മിനസ് സിഫാത്തി. ഹദീസിൽ സ്ഥിരപ്പെട്ട സിഫത്തുകൾ ഞങ്ങൾ വിശ്വസിക്കുന്നുവെന്നും അള്ളാഹു അർശിൻ മുകളിലാണ് എന്ന കാര്യവും പിന്നെ ഇവരെല്ലാം പറഞ്ഞതാണ്, ഇവരെല്ലാം വിശ്വസിച്ചാണ്. അപ്പോൾ സലഫ് സാലിഹ്യങ്ങളുടെ വിശ്വാസം ഇനിയും പറയാം, ഇനി വേണമെങ്കിൽ പറയാം. പിന്നെ എന്താണ് ഈ ചങ്ങാതി ഇപ്പൊ ഏതിന്റെ വിശദീകരണം വായിച്ചോ? സുഹൃത്തുക്കൾ എത്ര നേരം വായിച്ചിട്ട് ഇപ്പൊ ഏതിന്റെ വിശദീകരണം ഇയാൾ വായിച്ചോ? ഇല്ല. എന്താണ് റബ്ബേ ഇയാൾക്ക്? എന്നാ അതെനിക്ക് അറിയില്ല എന്ന് പറഞ്ഞോ? അതുമില്ല. കണ്ടോ? ഇനി കേട്ടോ, ഞങ്ങളോട് ചോദിച്ച മാതിരി അല്ലടോ, ഞങ്ങളോട് ചോദിച്ചതിന് മറുപടി ഉണ്ടോ കേട്ടോ. നേവി ഇമാമിന്റെ ഇബാറത്ത് കാണാൻ നേരത്തെ ടെക്സ്റ്റ് അടിച്ചിട്ടല്ലേ ഉള്ളൂ. ഇതാ കണ്ടോ നേവി ഇമാമിന്റെ ഇബാറത്ത്, എന്നിട്ട് നോക്കി വായിക്ക്. ഖാലൽ ഖാദി ഇയാൾ കേട്ടോ, ഏതൊക്കെ പിന്നെ ആരെ പറ്റിയാ പറഞ്ഞു കേട്ടോ. ലാ ഖിലാഫ ബൈനൽ മുസ്ലിമീന. കേട്ടോ, വടക്കാങ്ങരക്ക് തിരിയോ തിരിയില്ല എനിക്കറിയില്ല, മനസ്സിലാക്കാനുള്ള മനസ്സുണ്ടോ ഇല്ലെന്നും അറിയില്ല. എന്നാ സാധാരണക്കാര് കേട്ടോ, ലാ ഖിലാഫ ബൈനൽ മുസ്ലിമീന, മുസ്ലിമീങ്ങൾക്കിടയിൽ ഒരഭിപ്രായ വ്യത്യാസവുമില്ല. കേൾക്കണ്ടോ? ഖാതിബത്തി ഫഖീഹിഹിം വ മുഹദ്ദിസിഹിം വ മുതകല്ലിമിഹിം വ നുള്ളാരിഹിം വ മുഖല്ലിദിഹിം. കണ്ടോ, മുസ്ലിമീങ്ങളുടെ എല്ലാ വിഭാഗത്തെയും പറഞ്ഞു. ഫുഖഹാക്കള്, ഹദീസ് പണ്ഡിതന്മാര്, മുതകല്ലിമീങ്ങള്, മുജ്തഹിദുകള്, മുഖല്ലിദുകള്, എല്ലാരും പറഞ്ഞു ഇവർക്കിടയിൽ ഒന്നും അഭിപ്രായ വ്യത്യാസമേ ഇല്ല. അപ്പൊ എല്ലാ ഇസ്ലാമിക പണ്ഡിതന്മാരും എണ്ണി പറഞ്ഞു എല്ലാ വിഭാഗത്തെയും. എന്നിട്ട് പറയാ ഇവർക്കിടയിൽ ഒന്നും അഭിപ്രായ വ്യത്യാസമില്ല. എന്തില്ല അഭിപ്രായ വ്യത്യാസമല്ല? അള്ളാഹുവിനെ കുറിച്ച് ഫിസ്സമായി എന്ന് പറഞ്ഞു വരുന്ന ലാഹിറുകൾ ഖൗലിഹി തആല, ഏതുപോലെ അഅമിൻതും മൻ ഫിസ്സമായി അൻ യഖ്സിഫ ബികുമുൽ അർള്. അവിടെ മൻ ഫിസ്സമാ എന്ന് പറഞ്ഞില്ലേ, വനഹവിഹി, അതുപോലെയൊക്കെയുള്ള പ്രയോഗങ്ങൾ ലൈസത്ത് അലാ ലാഹിരിഹാ, അത് പ്രത്യക്ഷ അർത്ഥത്തിലല്ല, ബൽ മുതഅവ്വലത്തുൻ, അതിനെ വ്യാഖ്യാനിക്കപ്പെടേണ്ടതാണ്. ഇന്ദ ജമീഇഹിം, എല്ലാ മുസ്ലിം പണ്ഡിതന്മാരുടെ അടുക്കലും. കേട്ടോ, മനസ്സിലാണ്ടോ സുഹൃത്തുക്കളെ? നിങ്ങൾക്ക് മനസ്സിലായോ? നേവി ഇമാമിന്റെ ഇബാറത്ത് കൊടുക്കാനാ ഈ പറഞ്ഞത്. നേവി ഇമാമിന്റെ ഇബാറത്ത് കൊടുക്കാനാ ഈ പറഞ്ഞത്. നേവി ഇമാമിന്റെ ഇബാറത്താണത്. മനസ്സിലായോ? അതിനൊന്നും പ്രത്യക്ഷ അർത്ഥം പറയാൻ പാടില്ല. മുസ്ലിമീങ്ങൾക്ക് ആ വിഷയത്തിൽ ഖിലാഫില്ല. എന്നിട്ട് മുസ്ലിമീങ്ങൾക്ക് ഖിലാഫില്ല, പിന്നെ ആർക്കാ ഖിലാഫ്? വടക്കാങ്കറിനെ പോലുള്ളവർക്ക് ഖിലാഫുണ്ട്. നിങ്ങളതിൽ പൊടുവിലേക്കും കേട്ടോ, നിങ്ങളതിൽ പൊടുവിലേക്കും. മുസ്ലിമീങ്ങൾക്ക് ഖിലാഫില്ല എന്നാ പറഞ്ഞത്. അതിന് വടക്കാങ്കർക്ക് ഖിലാഫ് ഉണ്ടാണെങ്കിൽ നമുക്ക് വിരോധമൊന്നുമില്ല. ചിലപ്പോൾ നിങ്ങളതിൽ പൊടുവുണ്ടാവിലേക്കും. അത്രേ നമുക്ക് അതിനെപ്പറ്റി പറയാനുള്ളൂ. അതേസമയത്ത് മുസ്ലിമീങ്ങൾക്ക് ആ വിഷയത്തിൽ ഖിലാഫില്ല എന്ന് നേവി ഇമാമിന്റെ ഇബാറത്താ. നേവി ഇമാമ് പിന്നെ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഷറഹ് മുസ്ലിമിൽ 3 സ്ഥലത്ത് ഇത് ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? അതേപോലെ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഇബാറത്ത് ഇന്നലെ ഞാൻ വായിച്ചിരുന്നു. സലഫുകളുടെ ഏകകണ്ഠമായ അഭിപ്രായം ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയാ. നിങ്ങൾ ആ ഇബാറത്തിനെ പറ്റി എന്തെങ്കിലും ഒന്ന് പറഞ്ഞോ? ഇനി എന്താ ഈ ഇബാറത്തിനെ പറ്റി നിങ്ങൾ പറയാ? നിങ്ങൾ നേവി ഇമാമ, നിങ്ങൾ പറയുന്നത് നേവി ഇമാമല്ലേ, അതാണ് വലിച്ചെറിഞ്ഞാൽ നിങ്ങളത് കഴിഞ്ഞ്. ഇന്നലെ ഗസാലി ഇമാമിന്റെ ഞാൻ പറഞ്ഞ നിങ്ങൾ വലിച്ചെറിഞ്ഞില്ലേ? നിങ്ങൾക്ക് അത്രല്ലേ ഉള്ളൂ. 6 ഇബാറത്ത് വലിച്ചെറിഞ്ഞാലും മടൽ നിങ്ങൾക്ക് അള്ളാഹ് കയ്യും കാര്യം ഉണ്ട് എന്നാകണം. അത്രേ ഇപ്പൊ നിങ്ങൾക്കുള്ളൂ. എന്താ ഇപ്പൊ നിങ്ങള് അങ്ങനെയൊക്കെ പറഞ്ഞു? നിങ്ങൾക്ക് അവിടെ ചെല്ലുമ്പോൾ കാലായിട്ട് പിടിച്ചാൽ തീരുമാനമുണ്ടോ? അല്ല, ചിലപ്പോ നിങ്ങൾ മൗലൈമാരുടെ അടുത്ത് എന്നിട്ട് കാലും കൈയൊക്കെ പിടിക്കുന്നുണ്ടാവും. ഇനിയിപ്പോ അള്ളാഹിന്റെ അടുത്ത് ചെല്ലുമ്പോ എന്താ ഇപ്പൊ ചെയ്യാന്നുള്ള വേജാറിലായിട്ടാണ് ഇപ്പൊ ഈ കാലും കൈയൊക്കെ ഉണ്ടാക്കുന്നത്. എനിക്കറിയില്ല. ഏതായാലും അത്തരം പദങ്ങൾക്ക് അർത്ഥം വെക്കേണ്ടത് എങ്ങനെയാണ് എന്ന ചർച്ച ഞാൻ പറഞ്ഞത്. ലഫ്ദിനെ പറ്റിയുള്ള ചർച്ച അല്ല, അർത്ഥം വെക്കേണ്ട ചർച്ചയിലാണ് നേവി ഇമാമ് പറഞ്ഞത്. എന്ത്? അതിനൊന്നും പ്രത്യക്ഷ അർത്ഥം വെക്കാൻ പാടില്ല. അതൊരു നേവി ഇമാമിന്റെ അഭിപ്രായമല്ല. ആ വിഷയത്തിൽ മുസ്ലിം പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമേ ഇല്ല. മുഹദ്ദിസീങ്ങളും ഫുഖഹാഉം മുതകല്ലിമീങ്ങളും മുജ്തഹിദീങ്ങളും മുഖല്ലിദീങ്ങളും എല്ലാവരും ഈ വിഷയത്തിൽ ഒന്നാണ് പറയുന്നത്. എന്തില്ല? അഭിപ്രായ വ്യത്യാസം എന്നല്ല.
അതിന്റെ ചോദ്യം എന്താ? യത് ആയത്തിലും ഹദീസിലൊക്കെ അള്ളാഹുവിലേക്ക് ചേർത്ത് പറഞ്ഞിട്ടുള്ള യത് എന്ന പദത്തിന്റെ അർത്ഥം കൈ എന്ന രീതിയിൽ വിശദീകരിച്ച ഏതെങ്കിലും മുഫസ്സിറുണ്ടോ? എന്റെ ചോദ്യം അതാണ്. വടക്കാങ്ങര ആദ്യം അതിന് മറുപടി പറയണം, എന്നിട്ട് നബി ഇമാമിന്റെ ഇബാറത്തിനും മറുപടി പറയണം. മൈക്കെടുത്ത്. കൈ എന്ന് മലയാളത്തിൽ വിശദീകരിച്ച ഒരു ഇമാം ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം അറബികളായിരുന്നു ഇമാമികൾ ഏകദേശവും. പിന്നെ മലയാളികളായ ഇമാമികൾ വിശദീകരിച്ചിട്ടുണ്ടാവും കൈ എന്ന് ഉണ്ടാവില്ല എന്ന് നിങ്ങൾ ചോദിക്കേണ്ടുള്ളൂ. ആ ചോദ്യം സ്ഥാനത്തുള്ളൂ. അല്ലാതെ മലയാളികളല്ലാത്ത പിന്നെ ഇമാമുകള് കൈ എന്ന് വിശദീകരിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നതിൽ എന്താണ് അർത്ഥം? ഒരർത്ഥമില്ല. പിന്നെ അത് രൂപത്തിൽ കൈ എന്ന് അർത്ഥം വരുന്ന രൂപത്തിൽ വിശദീകരിച്ചിട്ടുണ്ടോ? അതിന് എത്ര പ്രാവശ്യം പറഞ്ഞു? തബരി ഇമാമിന്റെ പിന്നെ ഉദ്ധരിച്ചു. അതുപോലെ തന്നെ തബരി ഇമാം കൊടുന്ന അസർ ഉദ്ധരിച്ചു. അതെല്ലാം മുജാഹിദിൽ നിന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു നിന്ന് ഉദ്ധരിച്ച 4 സൃഷ്ടിച്ചു എന്നാണ്. അത് സൃഷ്ടിച്ചു പറഞ്ഞാൽ പിന്നെന്താ? കൈ കൊണ്ട് നിങ്ങൾക്കൊക്കെ ഇതിനോട് ആവുള്ളൂ പച്ച നുണ പറഞ്ഞ് നടക്കാൻ കേട്ടോ. ചോദിച്ചതിന് മറുപടി ഉണ്ടെങ്കിൽ പറയും, ഇല്ലെങ്കിൽ പഠിച്ചിട്ട് വാ, എന്നിട്ട് മൈക്കെടുക്കാം. പോരെ? ചോദിച്ചതിന് മറുപടി അറിയാമെങ്കിൽ പറയാ, ഇല്ലെങ്കിൽ എന്താക്കുക, പഠിച്ചിട്ട് വരിക, എന്നിട്ട് മൈക്കെടുക്കുക കേട്ടാ. ഇല്ലെങ്കിൽ ഏറ്റവും ചുരുക്കി എനിക്ക് അറിയില്ല എന്ന് പറയാനുള്ള ഒരു സന്മനസ്സെങ്കിലും കാണിക്കുക. അതൊന്നുമില്ലല്ലോ. ഞാൻ പറഞ്ഞോ മലയാളത്തിൽ അർത്ഥം പറഞ്ഞത് പറയണമെന്ന് പറഞ്ഞോ? ഇല്ല. യത് എന്നതിന് യത് എന്ന പദം കൊണ്ടല്ലാതെ വിശദീകരിച്ചതുണ്ടെങ്കിൽ പറയാനാ പറഞ്ഞത്. എന്നിട്ട് തിരിയാത്ത മാതിരി ഇങ്ങനെ കടന്ന് കളിക്കുക. ചെറിയ മക്കളെങ്ങാട്ടിയും കഷ്ടം പാതിരാക്ക് വന്നിട്ട് കേട്ടാ. നീ പോയിട്ടേ നിങ്ങൾ മൈക്കെടുക്കും വേണ്ട, വിശദീകരിക്കും വേണ്ട. നേവി മാമിന്റെ ഇബാറത്ത് എന്താന്ന് വായിച്ച് പഠിച്ചിട്ട് അർത്ഥം വെച്ച് പഠിച്ചിട്ട് വാ, എന്നിട്ട് നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം കേട്ടാ. എന്നിട്ട് നോക്കിക്കോ, 3 സ്ഥലത്ത് നേവി മാമ ഷറഹ് മുസ്ലിമിനത് പറയുന്നുണ്ട്. 3 സ്ഥലത്ത്, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 3 സ്ഥലത്ത് പിന്നെ നേവി മാമ് ഇതേ വിഷയം പല രീതികളിലായി ഷറഹ് മുസ്ലിമിൽ പറയുന്നുണ്ട്. അതേ വിഷയം തന്നെ ഇബ്നു റളിയല്ലാഹു അൻഹു ഫത്ഹുൽ ബാരിയിൽ പറയുന്നുണ്ട്. ഇതേ ആയത്തിന്റെ തഫ്സീറിൽ അമിൻതും മൻ ഫിസ് സമാഇ യഖ്സിഫ ബികുമുൽ അർള എന്ന ആയത്തിന്റെ തഫ്സീറിൽ ഇമാം റാസി ഇത് പറയുന്നുണ്ട്. നീക്കോ ഇതൊക്കെ എടുത്തു നോക്ക്. എല്ലാവരും പറഞ്ഞത് പ്രത്യക്ഷാർത്ഥം വെക്കാൻ പാടില്ല എന്നത് തന്നെയാണ്. അതിൽ മുസ്ലിമീങ്ങൾക്ക് ഏകകണ്ഠമായ അഭിപ്രായ വ്യത്യാസം തന്നെയല്ല, ഒരു വടക്കാങ്ങരക്കാളുള്ളത്. മനസ്സിലായോ? വടക്കാങ്ങരനെ പോലുള്ള ഏതാനും ചില ആളുകൾക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ട് എന്നല്ലാതെ മുസ്ലിം ഉമ്മത്തിന് ആ വിഷയത്തിൽ 2 അഭിപ്രായമില്ല. അങ്ങനെ തന്നെയാണ് എല്ലാ ഇമാമിങ്ങളും പഠിപ്പിച്ചിട്ടുള്ളത്. അതിനെപ്പറ്റി വടക്കാങ്ങരക്ക് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഏറ്റവും ചുരുങ്ങിയത് അറിയില്ല എന്നുള്ള വിവരെങ്കിലും വേണം, അറിയാത്ത സംഗതിനെ പറ്റി കേട്ടോ. അല്ല, നിങ്ങളെ തന്നെയാണ് വടക്കാങ്ങര എന്ന് പറഞ്ഞത് കേട്ടോ. നിങ്ങളെ പറ്റി തന്നെയാണ് ഈ വടക്കാങ്ങര എന്ന് പറഞ്ഞാൽ. നിങ്ങൾക്ക് മാത്രമേ അഭിപ്രായ വ്യത്യാസം ഉള്ളൂ. നീ എനിക്കൊന്നും അടിക്കണ്ട. നിങ്ങൾക്ക് മനസ്സിലായോ? മുസ്ലിം ഉമ്മത്തിന് എന്താ അഭിപ്രായമല്ല, പ്രത്യക്ഷ അർത്ഥമല്ല എന്നുള്ള വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം തന്നെയല്ല. എല്ലാ മുസ്ലിമീങ്ങളും പറയുന്നത് അവിടെ ലാഹിർ മേന വെക്കാൻ പാടില്ല എന്നാണ്. ആ ചങ്ങായി അടിക്കണമെങ്കിൽ എനിക്കും ഇല്ല. പിന്നെ ചങ്ങായി ഇതുവരെ പറയുന്ന കയ്യെന്നല്ലേ, അതല്ലേ അതിന്റെ ലാഹിർ മേന? ഇന്നലെ കയ്യാണെന്ന് എവിടുന്ന് കിട്ടിയെന്ന് വെച്ചാൽ അതിന്റെ ലാഹിർ മേന അതാണെന്നല്ലേ പറഞ്ഞത്? ഇത് ശരിക്കും സുഖമില്ലാത്ത കേസാണ്. അതുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തി. വട്ടുകേസിന് ഇരിക്കാനാവൂല കേട്ടോ. വിവരമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കൂട്ടിയിട്ട് വരി. ഓക്കെ, ഞാൻ മൈക്ക് വിട്ടു. ഇനി തൽക്കാലം മൈക്ക് എടുക്കണ്ടില്ല. വടക്കാങ്ങര ഇനി മൈക്ക് എടുക്കണ്ടില്ല. ഇനി ഞാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി ഉണ്ടാക്കിയിട്ട് വരിക, എന്നിട്ട് മൈക്ക് എടുക്കുക കേട്ടോ. അതിന് മുമ്പ് എന്താക്കണ്ട, മൈക്ക് എടുക്കേണ്ട ഒരാവശ്യമില്ല. ഓക്കെ, ഞാൻ മൈക്ക് വിട്ടു. ഈ അള്ളാഹുവിന്റെ പ്രത്യേക സിഫാത്തുകളിൽപ്പെട്ട കൈ, നുസൂല് തുടങ്ങിയ പദങ്ങൾ മലയാളത്തിലേക്ക് അല്ലെങ്കിൽ ഇതര ഭാഷകളിലേക്ക് പരിഭാഷ ചെയ്യാൻ പാടില്ല എന്നാണല്ലോ നിങ്ങളിപ്പോ പറഞ്ഞു കൊണ്ടുവരുന്നതിന്റെ ചുരുക്കം. എനിക്കിവിടെ ആദ്യമായിട്ടൊന്ന് ചോദിക്കാനുള്ളത്, ഖുർആനിലുള്ള മറ്റ് പദങ്ങളൊക്കെ പരിഭാഷ ചെയ്യൽ അനുവദനീയമാണ് എന്ന നിലയിലേക്ക് നിങ്ങൾ ഇറങ്ങി വന്നോ? തഹദീറുൽ ഇഖ്വാനി മിൻ തർജമത്തുൽ ഖുർആൻ എന്ന പേരിൽ ഒരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട് കേരളത്തിൽ. അതിൽ പറഞ്ഞത് ഖുർആനിൽ ഒന്നും തന്നെ പരിഭാഷ അങ്ങനെ ഒരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ടോ? അത് ശരി. എന്തിന്? ഓന്റെ ജമാല് കൊടുവള്ളി കാര്യായിട്ട് പറയാണ്. ഇപ്പൊ അങ്ങനെ ഒരു പുസ്തകം കേരളത്തിൽ ഇറങ്ങിയണേലോ. എത്ര വട്ടം ചർച്ച ചെയ്താണ് ജമാൽ കൊടുവള്ളി അതൊക്കെ.
ഇപ്പൊ മെല്ലെ വന്നിട്ട് വിഷയം മാറ്റാനുള്ള പരിപാടിയാണ് അല്ലേ? മെല്ലെ വിഷയം നിങ്ങൾ പറയുന്നത്, ഞങ്ങളൊന്നും ഞങ്ങളെ സ്വന്തം പറയില്ല. ഇന്നലെ ഗസാലി ഇമാമിന്റെ കിതാബിന്റെ ഇബാറത്ത് ഇങ്ങോട്ട് വായിച്ചു കേൾപ്പിച്ചു. മനസ്സിലായോ? ഗസാലി ഇമാമിന്റെ കിതാബിന്റെ ഇബാറത്ത് ഞാൻ വായിച്ചു കേൾപ്പിച്ചു. വടക്കാങ്ങര എന്തെങ്കിലും ഒന്ന് മിണ്ടിയോ? മിണ്ടാൻ പറ്റൂല. കാരണം എന്താ? മുസ്ലിം ഉമ്മത്തിന്റെ ഇജ്മായുള്ള വിഷയത്തിന് എതിരാണ് നിങ്ങൾ സംസാരിക്കുന്നത്. നിങ്ങൾക്ക് ആ ബോധം വേണം. മുസ്ലിം ഉമ്മത്തിന് ഏകകണ്ഠമായ അഭിപ്രായമുള്ള വിഷയത്തിന് എതിരെ നിങ്ങൾ സംസാരിക്കുന്നത്. ഇജ്മായിനെതിരാണ് നിങ്ങൾ സംസാരിക്കുന്നത്. മനസ്സിലായോ? പക്ഷെ നിങ്ങൾക്ക് ഇജ്മായിനെതിരായാലും വേണ്ടില്ല, വേറെ എന്തിനെതിരായാലും നിങ്ങൾക്കൊന്ന് അല്ലാഹ് കയ്യും കാര്യം ഉണ്ടാക്കണം. ഇതാണ് ഇപ്പം. എന്തിനാണ് നിങ്ങൾക്ക് ഇത്ര വാശി എന്ന് എനിക്ക് മനസ്സിലാകാത്തത്? സ്വഹാബത്തും താബീങ്ങളും എല്ലാ മുസ്ലിമീങ്ങളും ഈ വിഷയത്തിൽ പ്രത്യക്ഷാർത്ഥം വെക്കാൻ പാടില്ല എന്നുള്ള വീക്ഷണക്കാരാണ് എന്ന് സർവ്വ ഇമാമിയങ്ങളും പറയുന്നു. നിങ്ങൾക്ക് പ്രത്യക്ഷാർത്ഥം വെക്കുന്നതാണ്. എന്നിട്ട് വടക്കാങ്ങര പറഞ്ഞ ചങ്ങാതി പിന്നെ ഭ്രാന്തല്ല ഇങ്ങനെ പറയാ, മൂച്ചിഭ്രാന്ത് എന്ന് അതിന് പറയാ. കാരണം എന്താ? വടക്കാങ്ങര ഇതുവരെ പറഞ്ഞത് എതിന് കയ്യെന്ന് അർത്ഥം വെക്കണം എന്നാണ്. മനസ്സിലായോ? ഇന്നലെ മുതൽ ഈ സമയം വരെ വടക്കാങ്ങര വാദിച്ചുകൊണ്ടിരുന്നത് എതിന് കൈ എന്ന അർത്ഥം വെക്കണമെന്നാണ്. മാത്രല്ല ഇന്നലെ ഞാൻ ചോദിക്കുകയും ചെയ്തു, ഏതിന്റെ അർത്ഥം കൈയാണെന്ന് ആര് പറഞ്ഞു? അയാൾ പറഞ്ഞ മറുപടി എന്താ അറിയോ? അതിന്റെ ലാഹിറമായ എന്നതാണ് എന്നാ. മനസ്സിലായോ? അതിനാണ് ഞാൻ ഇന്നലെയും പറഞ്ഞിരുന്നു, ഇന്ന് ഞാൻ ഇവിടെ ഇബാറത്ത് വായിച്ചു കാണിച്ചു. ലാഹിറമായ വെക്കാൻ പാടില്ല എന്ന് മുസ്ലിം ഉമ്മത്തിന് ഏകകണ്ഠമായ അഭിപ്രായമുണ്ടോ എന്ന്. അപ്പൊ ചങ്ങാതി പറയാം എനിക്കുണ്ടായ അഭിപ്രായം. ഇതിനല്ലേ മൂച്ചിപ്പിരാന്ത് എന്ന് പറയാ അല്ലേ? അതിന്റെ പേരാണെന്ത്? മൂച്ചിപ്പിരാന്ത്. അതാണ് ഇപ്പൊ ശരിക്കും കാണുന്നത്. അതുകൊണ്ട് അതിനെപ്പറ്റി പിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പൊ ലൈസക്ക മിസ്ലിഹി ഷൈഅ് എന്ന് പറഞ്ഞാൽ തന്നെ ലാഹിറുമായ വെക്കാൻ പാടില്ല എന്നവിടെ വന്നു. എന്നിട്ട് ലാഹിറുമായ വെക്കും ചെയ്യാൻ എനിക്ക് അഭിപ്രായം ഉണ്ട് എന്നും പറയാ. എന്താണ് ഇതിനൊക്കെ ചെയ്യാ? അതുകൊണ്ട് വെറുതെ സമയം കളയേണ്ട ഒരു ആവശ്യമില്ല. തിരിയേണ്ടവർക്കൊക്കെ ഇപ്പൊ തിരിഞ്ഞേ നിൽക്കണം കേട്ടോ. ഇനി ഇൻഷാ അല്ലാ പിന്നെ പയ്യോട് ഉസ്താദ് നേരത്തെ കണ്ടിരുന്നു. ഉസ്താദ് വന്നോ? അബ്ദുള്ളാക്കൊന്നും സുക്കട് മാറിയില്ല ഉസ്താദ്. അബ്ദുള്ളാക്കൊന്നും സുക്കട് മാറിയിട്ടില്ല. അതുകൊണ്ട് കാര്യമുള്ള ചോദ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കും. വെറുതെ ഇങ്ങനെ തർക്കിച്ച് നേരം കളയാൻ. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്തായി നിയാസ് കക്കാട് കൈ ബുക്കിംഗ് നിൽക്കണ്ടല്ലോ? മൈക്ക് എടുക്കുന്നില്ലേ? അതോ കൈ പൊക്കി വെച്ച് പോയതാണോ? ചോദ്യകർത്താക്കൾ പ്രവർത്തകരായ ചോദിച്ചോളൂ. ചോദ്യം തന്നെ ചോദിച്ചോളൂ. ഞാൻ കോട്ടസ്ഥാനോട് ഞാൻ ചോദ്യമല്ല, ഒരു ചോദ്യം തന്നെയാണ്. മുജാഹിദിന്റെ പുസ്തകത്തിൽ കാണുന്നിങ്ങനെ റസൂലുള്ളാഹിന്റെ റൗള ഷരീഫിനെ കുറിച്ച് പറഞ്ഞു കൊടുത്ത്, ആയിഷാവിന്റെ വീടിന്റെ ചുമര് മുതൽ അവിടുത്തെ മിമ്പർ വരെയുള്ള സ്ഥലമാണ് ആ സ്ഥലം. അങ്ങനെ ഏതെങ്കിലും ഹദീസിലുണ്ടോ? ഞാൻ കുറെ നോക്കി, ചുമര് മുതലാണെന്നുള്ള അങ്ങനെ ഏതെങ്കിലും ഹദീസ് ഞാൻ കണ്ട ഹദീസിലൊന്നും അങ്ങനെ കാണുന്നില്ലേ. ഉസ്താദിന്റെ അടുത്തുള്ള ഹദീസ് ഉണ്ടാവില്ല, ചുമര് മുതൽ അവിടുത്തെ മെമ്പർ വരെയാണ് സ്ഥലം എന്ന് മുജാഹിദിന്റെ ഹജ്ജ് പഠിപ്പിക്കുന്ന പുസ്തകത്തിൽ പറയുന്നത്. അങ്ങനെ ഹദീസിലുണ്ടോ ഉസ്താദ് പറഞ്ഞത് നമുക്ക് പഠിക്കാമായിരുന്നു. അതാ മുജാഹിദീങ്ങൾ സാധാരണ കളവ് മത്സരത്തിൽ കൂടുതലൊരു കളവാണോ ഇത്? ചുമര് മുതലേ ഉസ്താദ് പറഞ്ഞാൽ കൊള്ളാമെന്ന് നിയാസിന് ചോദ്യം ചോദിക്കാം. പ്രസക്തമായ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാം ചോദിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദേ കേൾക്കുന്നുണ്ടോ? ഒരു എസ് അടിച്ചാല് ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? ഹലോ. ഓക്കെ. ഒരു ചോദ്യം വേറെ ഒരാൾക്ക് ചോദിക്കാനാണ്. ഞാൻ അയാളടുത്ത് മൈക്ക് കൊടുക്കാം. അസ്സലാമു അലൈക്കും. ഇങ്ങനെ പറഞ്ഞാൽ മതിയാ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, എന്റെ ചോദ്യം എന്ന് പറയുന്നത്, നമ്മളെ കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞിട്ടില്ലേ പിന്നെ ജുമുഅയ്ക്ക് മുമ്പുള്ള പ്രസംഗം പാടില്ലെന്ന്. അപ്പോഴ് ഇപ്പൊ പല പണ്ഡിതന്മാരും പിന്നെ ജുമുഅയ്ക്ക് മുമ്പുള്ള പ്രസംഗം
നടത്താറുണ്ട്. അപ്പൊ ഇത് പലയിടത്തും ഇങ്ങനെ സംസാരിച്ചപ്പോഴത്തേക്കും അവർ പറയുന്നത് ഫിഖ്ഹിന്റെ ഏതെങ്കിലും കിതാബിൽ ഇതിനെക്കുറിച്ച് തെളിവുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് ഒന്ന് വ്യക്തമായിട്ടൊന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാമായിരുന്നു. ദുആവസിയത്തോടെ അസ്സലാമു അലൈക്കും. എന്തെങ്കിലും പിന്നെ ചോദ്യം മനസ്സിലായി കാണുന്നുണ്ട്. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. സക്കി ഉസ്താദിന്റെ ചോദ്യം ഇൻഷാ അല്ലാഹ് നമുക്ക് എപ്പോഴും ചർച്ച ചെയ്യാലോ. ഇപ്പോൾ പുതിയൊരു ചോദ്യകർത്താവ് വന്നുകൊണ്ട് അതൊന്ന് അല്പസമയം പറയാം. കൂടുതൽ സമയം ഞാൻ തുടരൂല. സമയം 1:30 മണിയായി. അപ്പോൾ പിന്നെ ജുമഅന്റെ മുമ്പുള്ള പ്രസംഗത്തെക്കുറിച്ച് ഫിഖ്ഹിന്റെ കിതാബിൽ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പം ചില ആൾക്കാരെ ചോദ്യമാണത്. കണ്ണിയത്ത് ഉസ്താദിനും ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയും സമസ്തയുടെ ഷെയ്ഖാനി എന്നാണോ എഴുതിയിരിക്കുന്നത്? ഇപ്പോ ജുമഅന്റെ മുമ്പുള്ള പ്രസംഗത്തിൽ ഷെയ്ഖാനിന്റെ കാഴ്ചപ്പാട് വേണ്ട. ഒന്ന്. രണ്ടാമത്തത്, ഈ ചോദ്യത്തിലൂടെ സമസ്തയുടെ ഷെയ്ഖാനിയായിരുന്ന കണ്ണിയത്ത് ഉസ്താദും ഇ.കെ. ഉസ്താദും ഫത്വ പറഞ്ഞിരുന്നത് ഷാഫി മദ്ഹബിന് എതിരാണ് എന്ന് പറയേണ്ടി വരും. കാരണം എന്താ? കണ്ണിയത്ത് ഉസ്താദ് അത് പാടില്ലാത്തതെന്ന് ഫത്വ കൊടുത്തിട്ടുണ്ട് പലപ്പോഴും. ശംസുൽ ഉലമ ഹറാമാണെന്ന് ഫത്വ കൊടുത്തിട്ടുണ്ട്. നിലവിലുള്ള ജനറൽ സെക്രട്ടറി ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ അത് നിർത്തൽ ചെയ്യേണ്ടതാണ് എന്ന് പറഞ്ഞ് ഫത്വ കൊടുത്തിട്ടുണ്ട്. മനസ്സിലായോ? ഈ ഫത്വകളൊക്കെ കൊടുത്തത് ഹറാമാന്ന് പറയണമെങ്കിൽ ഹറാമോ കറാഹത്തോ എന്നൊക്കെ പറയേണ്ടത് ഫിഖ് അല്ലേ? അപ്പൊ അവര് ഫിഖ്ഹിന്റെ ഇബാറത്ത് എതിരെ ഫത്വ കൊടുത്തവരാണ് എന്ന് പറയേണ്ടി വരും. അതവിടെ നിൽക്കട്ടെ. എന്നാൽ ഫിഖ്ഹിന്റെ ഇബാറത്തിലുണ്ടോ അല്ലേ, അത് വേറെ ചർച്ചയാണ്. ഫിഖ്ഹിന്റെ ഇബാറത്തിൽ ഇല്ലാതെ കണ്ണിയത്ത് ഉസ്താദും ഇ.കെ. ഉസ്താദും അങ്ങനെ പറയൂല എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഫിഖ്ഹിന്റെ ഇബാറത്തിൽ തന്നെ ഉണ്ട്. ഷർഹ് മുസ്ലിമിൽ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഷർഹ് മുസ്ലിം ഫിഖ്ഹിന്റെ കിതാബാണ്. മനസ്സിലായോ? ഇഅ്ലാമുസ് സാജിദ് ബി അഹ്കാമിൽ മസാജിദ് എന്ന ഗ്രന്ഥത്തിൽ ബഹുമാനപ്പെട്ട ഇമാം സർക്കശി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇമാം സർക്കശി വലിയ ഫിഖ്ഹിന്റെ പണ്ഡിതനാണ്. ഇനി എന്താ ഫിഖ്ഹിന്റെ കിതാബ് വേറാണ്ട്? 2 ഫിഖ്ഹിന്റെ കിതാബ് പറഞ്ഞില്ലേ? തഫ്സീറിലും ഉണ്ട്, മുഫസ്സിരീങ്ങളും പറഞ്ഞിട്ടുണ്ട്, മുഹദ്ദിസീങ്ങളും പറഞ്ഞിട്ടുണ്ട്, ഫുഖഹാവും പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? എല്ലാ വിഭാഗം പണ്ഡിതന്മാരും അത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാവരും അങ്ങനെ പറഞ്ഞ ഒരു വിഷയം തന്നെയാണിത്. അതുകൊണ്ട് തന്നെയാണ് ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാരും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദും അതിനനുസരിച്ച് ഫത്വ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ഫിഖ്ഹിനെതിരെ ഫത്വ പറയുന്നവരായിരുന്നില്ല ഇപ്പൊ ഇവര് സമസ്തയുടെ ഷെയ്ഖാനി എന്ന് പറഞ്ഞ ആ 2 പണ്ഡിതന്മാര്. മനസ്സിലായോ? എന്നിട്ട് ഓലാണ് ഇപ്പൊ സമസ്തന്റെ ഷെയ്ഖാനിയാണ് ഇവര് എന്നും പറഞ്ഞ് നടക്കണത്. എന്നിട്ടോ ഓല ഫത്വ ഫിഖ്ഹിനെതിരെയിരുന്നു എന്നല്ലേ ഇപ്പൊ വരിക? അല്ലേ? അങ്ങനല്ലേ വരിക? സമസ്തന്റെ വലിയ നേതാക്കന്മാരായിരുന്നു, വലിയ പണ്ഡിതന്മാരായിരുന്നു, സമസ്തന്റെ ഷെയ്ഖാനി എന്ന് പറഞ്ഞ ബുക്കൊക്കെ ഇറക്കിക്കണു. അങ്ങനെ പറയും ചെയ്യുക. എന്നിട്ടോ ഓരോ ഫത്വ ഉണ്ടാകുക. എന്നിട്ട് ആ ഫത്വ ഫിഖ്ഹിനെതിരാണെന്നും പറഞ്ഞാൽ എന്തിനാ പിന്നെ നല്ലത്? അപ്പോൾ സംഗതി അതൊന്നല്ല. ശംസുൽ ഉലമയും പിന്നെ കണ്ണിയത്ത് ഉസ്താദും ഒക്കെ അവര് മാത്രമൊന്നല്ല, കേരളത്തിലെ എല്ലാ ആലിമീങ്ങളും അങ്ങനെ തന്നെ ഫത്വ പറഞ്ഞത്. അതിനൊക്കെ കാരണം എന്താ? ഫിഖ്ഹിന്റെ കിതാബിലും ഹദീസിന്റെ കിതാബ്, അതായത് പിന്നെ ഹദീസിനെ വ്യാഖ്യാനിക്കുന്ന പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിൽ, അതുപോലെ തന്നെ തഫ്സീറിന്റെ കിതാബുകളിലും എല്ലാം ഇവിടെ ആ വിഷയം എടുത്തു പറഞ്ഞിട്ടുള്ളത് അത് പാടില്ലാത്തതാണ് എന്ന നിലക്ക് തന്നെയാണ്. അതുകൊണ്ടാണ് അവരങ്ങനെ ഫത്വ പറഞ്ഞിട്ടുള്ളത്. വൈക്കൂട. ഉസ്താദെ, വലിയ ഉപകാരമുണ്ട് ഇങ്ങനെ പറഞ്ഞതിൽ. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്താ മൈക്ക് ഫ്രീ കിടക്കുന്നത്? ആരും ഇല്ലേ? ചുരിയൊക്കെ ആരും എന്റെ ശബ്ദം കേൾക്കാണ്ടോ? ആ അതെല്ലാരും ഉണ്ടായിരുന്നു. അപ്പൊ അവർക്കൊക്കെ ഉണ്ടില്ലേ? മറ്റേ മൈക്കിൽ വരാത്തത് വേറെ ചില കാര്യങ്ങളിലായിരുന്നു.